നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നിലമ്പൂരിൽ ഓപ്പറേഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും പൊളിഞ്ഞടുങ്ങിയപ്പോൾ മുഖം നഷ്ടപ്പെട്ട UDF അൻവറിനെ കൂടെ കൂട്ടൽ ഉപേക്ഷിച്ച മട്ടാണ്. രഹസ്യ കൂടിക്കാഴ്ചകൾ പോലും പരസ്യമാക്കി ഇനിയും രഹസ്യങ്ങൾ TV വെച്ച് വെളിപ്പെടുത്തുമെന്ന് അൻവറിന്റെ ഭീഷണിയും. സതീശനും ഷൗക്കത്തിനും മുഹമ്മദ് റിയാസിനുമെതിരെ ആരോപണങ്ങൾ പറയുന്ന അൻവർ പിണറായിസത്തിനെതിരോ അതോ സതീശനിസത്തിനെതിരോ? അൻവറിന് പോലും ഇതറിയില്ല. എന്തിനാണ് MLA സ്ഥാനം രാജിവെച്ചത് അതും അറിയില്ല. അൻവറിന് മുന്നിൽ വാതിലടച്ചെന്ന് പറഞ്ഞ കോൺഗ്രസ് പാതിരാ ചർച്ചയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിട്ട് നാണക്കേടിലും. ലീഗുകാരാകട്ടെ സതീശനാണ് അൻവർ വിഷയം മോശമാക്കിയതെന്ന് പറയാതെ പറയുന്നു. ഒടുവിൽ VV പ്രകാശിന്റെ കുടുംബത്തെ സന്ദർശിച്ച് അൻവർ പ്രചാരണം തുടങ്ങുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നിലമ്പൂരിലെ തിരക്കഥ മാറ്റിയത് ആരൊക്കെ? ഡിബേറ്റിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ശ്രീ ഹംസ പാറക്കാട്ട്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, കോൺഗ്രസ് നേതാവ് ശ്രീ നിജേഷ് അരവിന്ദ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, BJP നേതാവ് ശ്രീ നോബിൾ മാത്യു എന്നിവരാണ്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഇന്നും കുറെ നാടകീയ സംഭവങ്ങളാണല്ലോ ഉണ്ടാകുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ VV പ്രകാശിന്റെ വീട്ടിൽ PV അൻവർ എത്തി അവിടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. അവിടെ അൻവർ പറയുന്നത് VV പ്രകാശിന്റെ മരണത്തിന് കാരണക്കാരൻ ആര്യാടൻ ഷൗക്കത്തിന്റെ സമ്മർദ്ദമാണ്, അതായത് ഷൗക്കത്താണ് കാരണക്കാരൻ എന്ന രീതിയിലാണല്ലോ. എന്താണ് ഈ അൻവർ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ അൻവർ ആർക്കാണ് ശരിക്കും എതിരവിടെ? ശ്രീ മഞ്ജുഷ്, നിലമ്പൂരിന്റെ തിരക്കഥ അടിക്കടി മാറുകയാണ്, മാറ്റി എഴുതുകയാണ്. ആ മാറ്റി എഴുതുന്നതിൽ അൻവറിന് തന്നെയാണ് മാറ്റി എഴുത്തുകാരൻ എന്ന നിലയിൽ പ്രസക്തി. അതുകൊണ്ടാണ് ഈ അൻവർ യഥാർത്ഥത്തിൽ ആരെയാണ് എതിർക്കുന്നത്? അത് വലിയൊരു പ്രഹേളികയാണ്. അതായത് യൂറോപ്യൻ സാഹിത്യത്തിൽ, ലോക സാഹിത്യത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരേടാണ് സർവാൻറ്റിസ് ക്രിയേറ്റ് ചെയ്ത ഡോൺ ക്വിറ്റ്സോട്ട് എന്നൊരു കാൻഡിഡേറ്റ് ഉണ്ട്, ഒരു ക്യാരക്ടറുണ്ട്. എന്തിനേയും ഏതിനേയും ഒരു കാരണവുമില്ലാതെ എതിർക്കുകയാണ്. എല്ലാം ശത്രുവാണ്, മുന്നിൽ കാണുന്ന വിൻഡ് മിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ശത്രുവാണ്, ഒരു കുതിരപ്പുറത്ത് കുന്തവുമായി നീങ്ങുകയാണ്. അതുപോലെ സതീശനെതിരെ, ആദ്യം പിണറായിക്കെതിരെ, സതീശനെതിരെ, ഇപ്പോൾ ഇതാ മരുമകൻ റിയാസിനെതിരെ എന്ന് വേണ്ട ആരെയെല്ലാം എതിർക്കാമോ UDF-ലെ വോട്ട് പിടിക്കുന്നതിന് വേണ്ടി ഒരു ലക്ഷ്യം വേണ്ടേ, അല്ലെ? ഒരു അജണ്ട വേണ്ടേ? ഇല്ല, ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാനായിട്ട് ഒരു വിഷയം വേണ്ടേ? ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞുള്ള ഒരു കാര്യമാണ് PV അൻവർ പറയുന്നത്. അത് മാത്രമല്ല, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. ഒരു രാഷ്ട്രീയക്കാരന് അത്യാവശ്യം വേണ്ട കൺസിസ്റ്റൻസി, ഒരു തുടർച്ച വേണ്ടേ? ഒരു രാഷ്ട്രീയക്കാരനെ ജനം ഗൗരവമായി എടുക്കണമെങ്കിൽ ഒരു കൺസിസ്റ്റൻസി വേണം. ഇന്ന് പറയുന്ന ഒരു ത്രെഡായി നാളേക്ക് കൊണ്ടുപോയി അത് പടർന്നു കയറുന്ന, അദ്ദേഹം ഉദ്ദേശിക്കുന്നിടത്ത് പിടിച്ചെത്തിക്കുന്ന, ഇത് അൻവറിന് തന്നെ അറിയില്ല താൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്, എന്തിനാണോ താൻ തൻ്റെ നിയമസഭാംഗത്വം രാജിവെച്ചത്. ആ ഒരു വിഷയം മറന്നുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിണറായിസത്തിനെതിരെയുള്ള ഒരു റിയാക്ഷൻ ആണ് എങ്കിൽ യഥാർത്ഥത്തിൽ അൻവറിന് പിണറായിക്കെതിരെയുള്ള ശക്തികൾ വിഘടിച്ചു പോകാതെ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെയുള്ള വോട്ടുകൾ വിഘടിച്ചു പോകാതെ ഒരുമിച്ച് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്താമെന്ന് അൻവറിന് അവസരവും ഉണ്ടായിരുന്നു. ഇപ്പോൾ UDF-ൽ കയറി കൂടാതെ തന്നെ അൻവറിന് ഇവിടെ പിന്തുണ നൽകിയ അൻവറിന് പിണറായിസത്തിനെതിരെ ശബ്ദമുയർത്താമായിരുന്നു. ഇപ്പോഴും അദ്ദേഹം വീമ്പ് പറയുകയാണ്, ഞാൻ പിണറായിസത്തിനെതിരാണ്, ഞാനാണ് പിണറായിസം എന്ന് ആദ്യം പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു വെറുതെ ആളെ കളിയാക്കുന്ന മട്ടാണ്. കേരളത്തിലെ പ്രബുദ്ധരായ സംവിധായകർ, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയം അടുത്ത് കണ്ടറിയുന്ന ആളുകൾ, നിലമ്പൂരെ വോട്ടർമാർ, അവർക്കറിയാം ഈ കാണുന്ന ദൃശ്യങ്ങൾ VV പ്രകാശിന്റെ വീട്ടിൽ 2021 നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു VV പ്രകാശ്. അന്ന് നിസാര വോട്ടുകൾക്കാണ് VV പ്രകാശ് PV അൻവറിനോട് തോറ്റത്. അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് VV പ്രകാശ് അന്തരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണം, അദ്ദേഹത്തിനെ സമ്മർദ്ദമുണ്ടാക്കിയതാണ്. അതിന് കാരണം ആര്യാടൻ ഷൗക്കത്തായിരുന്നുവെന്നും അന്ന് ആര്യാടൻ ഷൗക്കത്ത് VV പ്രകാശിനെ തോൽപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നുമാണ് PV അൻവറിന്റെ ആരോപണം. അത് മാത്രമല്ല, അദ്ദേഹം രാവിലെ തന്നെ പറഞ്ഞിരുന്നു VV പ്രകാശിന്റെ വീട്ടിലെത്തും, കുടുംബത്തെ സന്ദർശിക്കുമെന്ന്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുന്നു. അൻവർ എന്ന് പറയുമ്പോൾ അത് UDF-നെ പ്രതിരോധത്തിലാക്കുന്ന കാര്യമാണ്. കാരണം ആര്യാടൻ ഷൗക്കത്ത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ VV പ്രകാശിനെ, UDF സ്ഥാനാർത്ഥിയെ, കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായിരുന്ന VV പ്രകാശിനെ തോൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൽ സമ്മർദ്ദമുണ്ടാക്കി, അദ്ദേഹത്തിന്റെ ആരോഗ്യം പോലും മോശമാക്കി, അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ടു തുടങ്ങിയ ആരോപണങ്ങൾ PV അൻവർ ഉന്നയിക്കുമ്പോൾ ഈ വിഷയം അദ്ദേഹം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ഉപയോഗിക്കുകയാണ് എന്ന പ്രത്യേകതയുമുണ്ട്. അപ്പോൾ ശ്രീ ഹംസ പാറക്കാട്ട്, എന്താണ് PV അൻവർ ഉദ്ദേശിക്കുന്നത്? യഥാർത്ഥത്തിൽ അൻവർ ആർക്കെതിരാണ്?
സീറ്റാണ്. ആര് തോൽക്കണം എന്നാണ് അൻവർ ആഗ്രഹിക്കുന്നത്? എന്തായാലും അൻവറിന് ജയിക്കാൻ കഴിയില്ലല്ലോ അവിടെ. PV അൻവർ നിലമ്പൂരിലെ സാധാരണ പാവപ്പെട്ട ജനങ്ങളോടൊപ്പമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു PV അൻവർ ജനുവരി 13 രാജിവെച്ചതിന് ശേഷം ഈ രാജ്യത്തെ സോഷ്യൽ മീഡിയകളും ലൈവ് മീഡിയകളും ഇന്റർനാഷണൽ ചാനലുകൾ വരെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം PV അൻവർ തന്നെയാണ്. നിങ്ങൾ നേരത്തെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു PV അൻവർ എപ്പോൾ മാറ്റി പറയുന്നു. എന്താണ് അദ്ദേഹം മാറ്റി പറഞ്ഞത്? അദ്ദേഹം നിലപാടുകളിൽ ഒരു ഇഞ്ച് മാറിയിട്ടില്ല. അദ്ദേഹം രാജിവെക്കുമ്പോൾ എന്ത് ഇഷ്യൂ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്? ഈ പൊതുസമൂഹത്തോട് എന്താണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്? ഈ പൊതുസമൂഹം അതിന് അംഗീകാരം കിട്ടുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം പിണറായിസത്തെ പരാജയപ്പെടുത്തണം, ഈ വർഗീയ ശക്തി കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തണം. അതിനുവേണ്ടി അദ്ദേഹം UDF നേതൃത്വവുമായി, ബഹുമാനപ്പെട്ട UDFന്റെ നേതൃത്വവുമായി സഹകരിച്ചു പോകാൻ തയ്യാറായിരുന്നു. ആ UDF നേതൃത്വം പല വേദികളിലും അദ്ദേഹവുമായി പങ്കിടുകയും ചെയ്തിരുന്നു. പിന്നീട് എന്താ ഉണ്ടായത്? പിന്നീട് ചില ശക്തികൾ PV അൻവറിനെ ഒതുക്കാൻ, PV അൻവറിനെ ശരിയാക്കി കളയാമെന്ന ഏതൊക്കെയോ ഒരു ധാരണയുടെ പുറത്ത് ആണ് പിന്നീട് ഈ സംഭവവികാസങ്ങൾ ഉണ്ടായത്. പക്ഷെ ഇപ്പോഴും വ്യക്തമല്ല അൻവർ ആർക്കെതിരാണ് എന്നുള്ളത്. അൻവർ ആർക്കെതിരാണ് എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അന്ന് അൻവറിന് ഇത്ര വാർത്താ പ്രാധാന്യം കിട്ടിയതിന് കാരണം അദ്ദേഹം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചത് കൊണ്ടാണ്. അതിന് വിശ്വസിക്കുവാനുള്ള കാരണമുണ്ട്. കാരണം അതേ പാളയത്തിൽ തന്നെ നിന്ന് തന്നെയായിരുന്നു അൻവർ വരുന്നത്. അതുകൊണ്ട് അതോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചയാളാണ്. എല്ലാ അരമന രഹസ്യങ്ങളും അറിയാവുന്നയാളാണ്. അതുകൊണ്ട് അത് വിശ്വസിച്ചു. പക്ഷെ ഇപ്പോൾ എന്താണ് അൻവർ കാട്ടിക്കൂട്ടുന്നത്? പിണറായിസത്തിനെതിരെയാണ് താനെന്ന് പറയുന്ന അൻവർ ഈ പിണറായിസത്തെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന ചോദ്യമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞു ചിലർ ചേർന്ന് ഈ അൻവറിനെ അകറ്റി നിർത്തുകയാണ് ഉണ്ടായതെന്ന്. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പാതിരാത്രിക്ക് PV അൻവറിന്റെ വീട്ടിൽ വന്നുവല്ലോ. അതൊരു രഹസ്യ കൂടിക്കാഴ്ചയായിരുന്നു. പക്ഷെ ആ കൂടിക്കാഴ്ച വെളിയിൽ വിട്ടത് PV അൻവറാണ്. അതെന്തിനു വേണ്ടിയായിരുന്നു അന്ന് രാഹുലിന്റെ ഈ സന്ദർശനം? അത് ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ അതോ രാഹുൽ സ്വന്തം ഇഷ്ടത്തിന് വന്നതാണോ? പ്രിയപ്പെട്ട രാഹുലെ, പാലക്കാടത്തെ MLA ആണ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. അത്ര ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ലല്ലോ രാഹുല്. ലൈവായി നിൽക്കുന്ന, മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു PV അൻവറിന്റെ വീട്ടിൽ രാത്രി 11 മണിക്ക് വരുമ്പോൾ 24 മണിക്കൂറും ഗേറ്റ് ഓപ്പണായി കിടക്കുന്ന ഒരു വീടാണ് PV അൻവറിന്റെ വീട്. അവിടെ നിരന്തരം ജനങ്ങളാണ് രാത്രി. അങ്ങനെ ഒളിച്ചു വന്നതാണെന്ന് ഈ ഇവിടുത്തെ ഒരാളും വിശ്വസിക്കൂല. ബന്ധപ്പെട്ട നേതൃത്വത്തിന്റെ അനുവാദത്തോടും സമ്മതത്തോടും കൂടി തന്നെയാണ് ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിനെ വന്ന് കണ്ടതും ചർച്ച നടത്തിയതും. പറഞ്ഞ ചർച്ചകൾ ആവർത്തിക്കുക, നേരത്തെ പറഞ്ഞ ചർച്ചകൾ ആവർത്തിച്ചത് കൊണ്ടാണ് അവിടെയും ആ ചർച്ച നിൽക്കാതെ പോയത്, അതിനൊരു പരിഹാരം കാണാതെ പോയത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, PV അൻവർ പിണറായിസത്തിനെതിരെ തന്നെയാണ് ഇറങ്ങി തിരിച്ച് രാജിവെച്ച് ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. അവിടെ ജയിക്കുന്നതിന് ഒന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് PV അൻവർ തന്നെയായിരിക്കും. അതിന് ഉദാഹരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. PV അൻവർ ഇന്ന് നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. സാധാരണക്കാരുടെ വിഷയത്തിന് വേണ്ടിയാണ് അദ്ദേഹം പോയത്. ആ സാധാരണക്കാർ PV അൻവറിനെ സഹായിക്കും. നിലമ്പൂരിലെ ജനങ്ങൾ PV അൻവറിനെ സഹായിക്കും. PV അൻവർ വിജയിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ അപ്പോഴും പറയുന്നില്ല PV അൻവർ ജയിക്കുമെന്നുമില്ല. PV അൻവറിന് അതിനുള്ള ശക്തിയൊന്നുമില്ല. അവിടെ PV അൻവർ ജയിക്കണമെന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് തോന്നുന്നു. PV അൻവർ ആരെ തോൽപ്പിക്കാനാണ് നിൽക്കുന്നത് എന്ന കാര്യമാണ്. ആർക്കെതിരെയാണ്? മഞ്ജുഷ ഒരു കാര്യം മനസ്സിലാക്കണം. രണ്ട് മുന്നണിയായി നിൽക്കുന്ന ഈ ജനങ്ങള് അവർക്ക് പരസ്യമായി രംഗത്ത് വരുന്നതിന് അവരുടേതായ പ്രയാസങ്ങളുണ്ട്. അൻവറിനോട് ഒറ്റക്കും ഞങ്ങളെപ്പോലുള്ള ആളുകളോട് ആ അങ്ങാടിയിൽ കൂടെ നടക്കുമ്പോൾ ഇവരെല്ലാം പറയുന്നത് അൻവറക്കെയാണ് ജയിക്കേണ്ടത്, അൻവറക്കെ തന്നെ ജയിക്കുമെന്ന്. കാരണം ഇവർക്ക് പരസ്യമായി വരുന്നതിന് അവർക്ക് പ്രതിബന്ധങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ട് മുന്നണിയുടെയും ഭാഗമായി. അല്ല, അങ്ങനെയാണെങ്കിൽ അൻവർ വീണ്ടും MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടിയാണോ അന്ന് MLA സ്ഥാനം രാജിവെച്ചത്? എന്താണ് അതിനകത്തൊന്നും ഒരു ലോജിക്ക് കാണുന്നില്ല ശ്രീ ഹംസ പാറക്കാട്ട്? ഒരിക്കലുമല്ല. അങ്ങനെയാണെങ്കിൽ അന്ന് MLA സ്ഥാനം രാജിവെച്ച അന്ന് ആ തിരുവനന്തപുരത്ത് വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ച പോലെ ഞാനിതാ വീണ്ടും നിലമ്പൂരിലെ ജനങ്ങളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു, വീണ്ടും ഞാനവിടെ മത്സരിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്താണ് ആഗ്രഹിച്ചത്? അദ്ദേഹം എന്താണ് ആഗ്രഹിച്ചത്? ഇപ്പോൾ അല്ല, അദ്ദേഹം തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണം, ഉറപ്പുള്ള ഷുവർ സീറ്റ് അദ്ദേഹത്തിന് വേണമെന്ന്. ഈ സമയത്ത് അതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമെങ്കിൽ അദ്ദേഹം ഒരു പിണറായിസത്തിനും എതിരല്ല. അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുമില്ല. അദ്ദേഹത്തിന് വേണ്ടത് ഷുവർ സീറ്റാണ്. അതിനുമപ്പുറം അദ്ദേഹം പറയാത്ത മന്ത്രിസ്ഥാനമാണ്. ഇതൊക്കെയാണ്
അപ്പോൾ എന്ത് പിണറായിസത്തിനെതിരാണ് PV അൻവർ? ഇത് ഒരു കാര്യം മനസ്സിലാക്കണം വെച്ചാൽ അദ്ദേഹം രാജിവെച്ച ആ സമയത്ത് അദ്ദേഹം ബഹുമാനപ്പെട്ട UDF നേതൃത്വത്തോട് പറഞ്ഞു, എനിക്ക് ഒരു ഡിമാൻഡുമില്ല. ആ ഒരു റിക്വസ്റ്റ് ഡിമാൻഡ് നിങ്ങളോട് പറയുന്നു. മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു കുടിയേറ്റ കർഷകനായ ഒരാളുടെ പേര് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് ഒഴിച്ച് വേറൊരു ഡിമാൻഡും ആ ഘട്ടത്തിൽ അദ്ദേഹം UDF നേതൃത്വത്തോട് വച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തെ സൈഡാക്കുന്നു, അദ്ദേഹത്തിന് അദ്ദേഹത്തെ മുന്നണിയിൽ എടുക്കുന്നില്ല, അസോസിയേറ്റഡ് അംഗം അദ്ദേഹം അംഗീകരിച്ചു. ആ ഘട്ടം വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഈ പാവപ്പെട്ട ജനങ്ങളുടെ വിഷയം എനിക്ക് ഉയർത്തിക്കൊണ്ടുവരണം, ഈ പാവപ്പെട്ട ജനങ്ങളുടെ വിഷയം അവതരിപ്പിക്കുന്നതിന് എനിക്ക് കേരളത്തിലെ അസംബ്ലിയിൽ ഒരു അംഗമായി വരേണ്ടതുണ്ട്, അതുകൊണ്ട് എനിക്കൊരു സീറ്റ് തരണം. അത് ഫൈറ്റ് മൂടുള്ള സീറ്റിനും അദ്ദേഹം തയ്യാറായിരുന്നു. ഫൈറ്റ് ചെയ്യാൻ പറ്റിയ അദ്ദേഹം ഷുവർ സീറ്റ് എന്നല്ല ചോദിച്ചത്. പിന്നീട് ഘട്ടങ്ങളിൽ ചർച്ച വന്നപ്പോഴാണ് ഈ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അദ്ദേഹത്തിന്റെ നിലപാട് അന്നും ഇന്നും ഇപ്പോഴും മുന്നോട്ടുള്ളതും പിണറായിസത്തെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കും, അദ്ദേഹത്തെ വിജയിപ്പിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോൾ PV അൻവർ മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം പോലും UDF ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. കോൺഗ്രസ് ആകട്ടെ ആ രാഹുൽ മാങ്കൂട്ടത്തിലിനെയൊക്കെ എന്തിനാണ് PV അൻവറിന്റെ വീട്ടിലേക്ക് വിട്ടത്? PV അൻവർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു രഹസ്യമായിട്ട് സൂക്ഷിക്കാറില്ല. അതെല്ലാം ഷൂട്ട് ചെയ്ത് വെളിയിൽ വിടുന്നയാളാണ് PV അൻവർ. ഇപ്പോൾ നാണക്കേടായില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലും നാണക്കേടായി. തലയിൽ മുണ്ടിട്ട് പോകുന്നവൻ എന്നുള്ള ഇമേജും വന്നു രാഹുൽ മാങ്കൂട്ടത്തിന്. ഇത്ര ധൈര്യവാനായ രാഹുലിനെ എന്തിനാണ് രാത്രിക്ക് രാത്രി PV അൻവറിന്റെ വീട്ടിലേക്ക് മധ്യസ്ഥ ചർച്ചയ്ക്ക് അയച്ചത്? മഞ്ജുഷ, നിലമ്പൂർ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും എടുത്ത ഓരോ നിലപാടും വളരെ വ്യക്തമായി UDFന്റെ കൺവീനറോ ചെയർമാനോ KPC പ്രസിഡന്റോ മുന്നണി നേതാക്കളോ സംസാരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തും ഇപ്പുറത്തും ഈ വിഷയത്തിൽ സംസാരിക്കാൻ ഒന്നും ഇല്ല. രാഹുലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രാഹുലും പറഞ്ഞു, ശ്രീ VD സതീശനും പറഞ്ഞു, KPC പ്രസിഡന്റും പറഞ്ഞു. അതിനപ്പുറത്ത് ആ വിഷയത്തിലൊന്നും സംസാരിക്കാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കാനില്ല, കാരണം അത്ര നാണക്കേടായി. സംസാരിച്ച് വെറുതെ വഷളാകണ്ട. അല്ല, അങ്ങനെ വളരെ മോശകരമായ ഏതെങ്കിലും ഒരു വീട്ടിനകത്തേക്ക് അല്ലെങ്കിൽ കൊള്ളക്കാരുടെയോ കൊലപാതകികളുടെ വീടിനകത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി എന്ന് പറഞ്ഞാൽ മഞ്ജുഷ് ഗോപാലിന് പറയാമായിരുന്നു, നാണക്കെടായിരുന്നില്ല. വലിയൊരു MLA. അങ്ങനെയല്ല, UDFിലേക്ക് ഇനിയില്ല, ഒരു നേതാവും എന്നോട് ചർച്ച ചെയ്യാൻ വരണ്ട എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ അവസാനിപ്പിച്ച അൻവറിന്റെ വീട്ടിലേക്ക് രാത്രി പോയിട്ട് ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ഹംസ തന്നെ പറഞ്ഞല്ലോ, തൃണമൂൽ കോൺഗ്രസ് നേതാവ് ആരാണ് പറഞ്ഞു വിട്ടത് എന്നൊക്കെ അവർക്ക് അറിയാമെന്ന്. മഞ്ജുഷിനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ അൻവറുമായിട്ട് ചർച്ചയ്ക്ക് ആരെയും അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നേരത്തെ സുഹൃത്ബന്ധമുള്ള ആളുകൾ പോയിട്ടുണ്ട്, അതിനുശേഷവും പോയിട്ടുണ്ട്. രാത്രി പോയി എന്നൊക്കെ പറഞ്ഞാൽ രാത്രിയും പകലും തമ്മിലൊക്കെ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം മഞ്ജുഷ് കാണുന്നുണ്ടോ? ഞാൻ കാണുന്നില്ല. രാത്രി പോയി പകല് പോയി എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ദുരൂഹ സാഹചര്യങ്ങൾ ആരും എവിടെ പോയതാണ്. 24 മണിക്കൂറും തുറന്നിട്ടിരിക്കുന്ന കേരളത്തിൽ ലൈവായ, കേരളത്തിൽ 9 വർഷം MLA ആയ, നേരത്തെ കോൺഗ്രസിനുണ്ടായിരുന്ന ഒരാളുടെ വീട്ടിലേക്ക് ഒരു സംസ്ഥാന അധ്യക്ഷൻ പോയി എന്നുള്ളതിനെ ഈ തരത്തിൽ ദുരൂഹതയുടെ എന്നൊക്കെ പറയുന്നതിൽ എത്രത്തോളം ശരിയാണ്, എത്രത്തോളം ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്നൊക്കെ മഞ്ജുഷ് ആലോചിക്കുക. അൻവറില്ലാതെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ള അതാണല്ലോ, ഒരു ആത്മവിശ്വാസ കുറവാണല്ലോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ശ്രീ നിജേഷ്. അത് ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഒക്കെ ശരി, നിങ്ങളുടെ കാര്യം. പക്ഷേ ഒരു ആത്മവിശ്വാസ കുറവുണ്ട്. എന്തിനാണ് ഈ അൻവറിനെയൊക്കെ കൂടെ കൂട്ടുവാനായിട്ട് ഇത്ര കഷ്ടപ്പെടുന്നത്? അല്ല, അങ്ങനെ മഞ്ജുഷിന്റെ ഒരു മാധ്യമ പ്രവർത്തന കാലത്ത് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാളെ കൂടെ കൂട്ടാനുള്ള വല്ലാത്ത അധ്വാനമുള്ളതായി ഫീൽ ചെയ്ത എന്തെങ്കിലും ഒരു ഘട്ടമുണ്ടെങ്കിൽ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വളരെ ട്രാൻസ്പെറന്റ് ആണ്. ഞങ്ങളുടെ നിലപാട് വളരെ കൃത്യമാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടത്തിലാണ്. അവസാനത്തെ ബൈ ഇലക്ഷനാണ്. ഈ ഗവൺമെന്റിന്റെ അഴിമതിയാണ്, പൊള്ളത്തരമാണ്, കള്ളത്തരമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി നിലമ്പൂരിന്റെ പിന്നോക്കാവസ്ഥയാണ്. ചിതറിക്കിടക്കുന്ന ആ മണ്ണിനെ, 6 പുഴകളുള്ള, ഒരുപാട് ആദിവാസി ഊരുകളുള്ള, റോഡുകളില്ലാതിരുന്ന ഒരു നിലമ്പൂരിനെ നിലമ്പൂരാക്കി മാറ്റിയ ആര്യാടൻ മുഹമ്മദിന്റെ ഓർമ്മകളാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. അദ്ദേഹം മുന്നോട്ട് വെച്ച വികസനമാണ്. അത് പിന്നീട് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഇടത് ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതിനപ്പുറത്തുള്ള ചർച്ച ഞാനും നിങ്ങളും ഇവിടെ വരുന്ന ചർച്ച ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ നിലമ്പൂരിലാണ് വന്നതേ ഉള്ളൂ, നിലമ്പൂരിലാണ് ഉള്ളത്. അവിടെയുള്ള ചർച്ച ഇതൊന്നുമല്ല.
അത് ഞാൻ അവിടെയും 12 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. ഞങ്ങൾ കണക്കുകൂട്ടുന്നത് UDF-ഉം LDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്, നേരത്തെ നിലമ്പൂരിന്റെ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും മുനിസിപ്പൽ കൗൺസിലറും മുനിസിപ്പൽ ചെയർമാനും ഒക്കെ ആയ, നിലമ്പൂരിലെ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന, സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് എന്ന KPCC-യുടെ ജനറൽ സെക്രട്ടറി, UDF-ന്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇപ്പോൾ വി പ്രകാശിന്റെ വീട്ടിൽ PV അൻവർ പോകുന്നു. PV പ്രകാശിന്റെ മരണത്തിന് കാരണം ആര്യാടൻ ഷൗക്കത്തിന്റെ പെരുമാറ്റമാണ്, തോൽപ്പിക്കാൻ ശ്രമിച്ചതാണ്, ഇങ്ങനെയൊക്കെ PV അൻവർ പറയുന്നു. ഇതിലൊന്നും ഒരു പ്രശ്നവും തോന്നുന്നില്ലേ കോൺഗ്രസിന്? അല്ല, അങ്ങനെ അല്ല. അവിടെ ഞാൻ പറഞ്ഞു, ഞാനൊരു സ്ഥാനാർത്ഥിയായി വന്ന ഒരാളുടെ സംസാരങ്ങളെ എടുത്ത് അതിനെ ഇഴകീറി പരിശോധിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. മഞ്ജുഷിന് സമയം കിട്ടുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ എല്ലാ പ്രസ്താവനകളും എടുത്ത് പരിശോധിക്കുക. ഒരു മാധ്യമ പ്രവർത്തനം നൽകി അതിന്റെ വിശ്വാസ്യതയും അതിന്റെ കാര്യങ്ങളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മഞ്ജുഷ് തന്നെ പലപ്പോഴും നേരത്തെ ഇൻട്രഡക്ഷനിലൊക്കെ പറഞ്ഞു. ഞാനതിന് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കുള്ള എല്ലാ ബഹുമാനവും അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ MP-മാരുള്ള 4ാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ വില കുറച്ചു കാണാൻ തയ്യാറല്ല. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്, അഖിലേന്ത്യാ പ്രസിഡന്റാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തെ വില കുറച്ച് കാണാനൊന്നും ഞാൻ അവിടെ തയ്യാറല്ല. അദ്ദേഹം മുൻ MLA ആണ്, അത് അതിന്റെ വഴിക്ക് പോകട്ടെ. പിന്നെ അദ്ദേഹം ഞങ്ങളുടെ എതിരാളി അല്ലാത്തത് കൊണ്ട് തന്നെ, ഞങ്ങളുടെ എതിരാളി CPM സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ CPM ഭരണമാണ്. സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് പ്രശ്നമില്ല. CPM ഭരണം, പിണറായി അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ അത് ഇഷ്യൂ ആണ്. പിണറായിസം ഇഷ്യൂ ആണ്, അഴിമതി ഇഷ്യൂ ആണ്, നിലമ്പൂരിലെ പിന്നോക്കാവസ്ഥ ഇഷ്യൂ ആണ്. അത് മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ, കൺസേൺ ഉള്ളൂ. അല്ലാതെ മറ്റൊരു കാര്യത്തിലേക്കും ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കേണ്ട. അൻവറിന് എവിടെ വേണമെങ്കിൽ പോവാം, LDF സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോവാം, UDF സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും, തെരഞ്ഞെടുപ്പ് കാലമല്ലേ, എവിടെ വേണമെങ്കിലും വോട്ട് ചോദിക്കാം. അപ്പൊ ആ ഒരു ആളുടെ വിശ്വാസ്യത, ഓരോരുത്തരുടെയും വിശ്വാസ്യതയ്ക്ക് ഒരളവുകോലുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. ഞാനിപ്പോ മഞ്ജുഷ് വിളിക്കുന്നു, ഞാൻ ചർച്ചയ്ക്ക് വരുന്നു, കോൺഗ്രസിന് പ്രതിനിധിയായിക്കൊണ്ട് നാളെയും വരുന്നു. ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നാളെയും അതിനെ ആവർത്തിച്ചാൽ മറ്റന്നാൾ എന്നെ മഞ്ജുഷ് വിളിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ആ ഒരു കാര്യത്തിൽ എങ്ങനെ വേണം, ഏത് അളവുകൾ വെക്കണമെന്ന് മഞ്ജുഷിന് ആലോചിക്കാം, പറയാം. ഞങ്ങളുടെ പോരാട്ടം ദയവ് ചെയ്ത് നിലമ്പൂർ ബൈ ഇലക്ഷനെ, കേരളത്തിലെ രാഷ്ട്രീയ പോരാട്ടത്തിലെ ഒരു വലിയ നാഴികക്കല്ലാവുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ അതിന്റെ അർത്ഥത്തിൽ, അതിന്റെ ശരിയായ അർത്ഥത്തിൽ കാണാൻ 4 കൊല്ലത്തെ അല്ലെങ്കിൽ 9 സംശയമില്ല, ശരിയായ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം അവിടെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു ജനവിധി ആകണം, ഒരു വിധിയെഴുത്താകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോലും UDF-ന്റെ ഈ ആത്മവിശ്വാസ കുറവാണ് ആശങ്കയുണ്ടാക്കുന്നത്. കാരണം സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ജനവിധി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. അവിടെ UDF-ന്റെ ഒരു ഷുവർ സീറ്റാണ്. ഈസി വാക്ക് ഓവർ എന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ നടന്ന ചർച്ചകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈസി വാക്ക് ഓവർ ആണ് UDF-നെന്ന്. പക്ഷേ അതുകൊണ്ട് കളയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസും UDF-ഉമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ലീഗിനുള്ളിൽ പോലും ചില അസംതൃപ്തിയുണ്ട് ഈ കോൺഗ്രസുകാർ ഈ വിഷയം ഇത്രയും വഷളാക്കിയതിന്. പക്ഷേ ശ്രീ BN ഹസ്കർ, നിങ്ങൾ അത് കണ്ട് കൊതിക്കുകയൊന്നും വേണ്ട. അത് UDF-ന്റെ സീറ്റാണ്. അവിടെ ആര്യാടൻ ഷൗക്കത്തിന് മേൽക്കേ ഉള്ള ഒരു സീറ്റ് തന്നെയാണ്. അവിടുത്തെ അന്തരീക്ഷവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ അൻവർ വന്ന് എന്തോ കുളം കലക്കി കളയും എന്നുള്ള ഒരു പ്രതീതി നിങ്ങൾക്കുണ്ടെങ്കിൽ തൽക്കാലം തെറ്റാണ്. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടെന്ന് തോന്നുമെങ്കിൽ പോലും. അല്ല മഞ്ജുഷ്, ഇതില് കേരളത്തിലെ രാഷ്ട്രീയത്തെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും വളരെ കൃത്യമായിട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ എം സ്വരാജിനെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന ഘട്ടം വരെ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സര സാധ്യത UDF-നുണ്ടായിരുന്നു. ആ മത്സര സാധ്യതകൾ പോലും ഇല്ലാതാകുന്നു എന്നുള്ളതാണ് സ്വരാജിനെ പോലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച പാർട്ടിയുടെ തീരുമാനം വന്നതിന് പിറകെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എം സ്വരാജ് നിലമ്പൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന് അടുത്തറിയാവുന്ന നാടാണ്. അതിലൊക്കെ ഉപരിയായി ഇപ്പോ പഞ്ചായത്ത് മെമ്പർ മുതൽ മുനിസിപ്പൽ ചെയർമാൻ വരെ ആയിരുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പിൻബലം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിലമ്പൂരിന്റെ നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനമാണ്. മുസ്ലിം ലീഗിന് വലിയ തോതിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂർ. അത് ഒരുപക്ഷെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗുമായി നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചന പോലും ഉണ്ട്. സാധാരണഗതിയിൽ UDF-ന്റെ ഈ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലൊക്കെ തന്നെ പാണക്കാട് കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ പങ്കെടുക്കുന്ന പതിവുണ്ട്. ലീഗിന്റെ പാണക്കാട് കുടുംബാംഗങ്ങളിൽ നിന്ന് ആരും പങ്കെടുക്കാത്ത അപൂർവം മലപ്പുറത്ത് നടക്കുന്ന അപൂർവം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ ഒന്നാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ടത്. അപ്പോ ലീഗിന് താല്പര്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഒരുപക്ഷെ UDF പ്രഖ്യാപിച്ചത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം
LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചേനെ. അത്തരത്തിൽ അദ്ദേഹം ചർച്ചകൾ നടത്തുന്നു. ഈ ആരോപണം പക്ഷെ അങ്ങനെ ഉണ്ടോ? ലീഗിന് താല്പര്യമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന്. ആര്യാടൻ ഷൗക്കത്തും ലീഗും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് പറഞ്ഞു തീർത്തതല്ലേ? ആര്യാടൻ ഷൗക്കത്തിനെ പ്രഖ്യാപിക്കുന്നതിൽ ലീഗിന് അങ്ങനെ എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് അത് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. അങ്ങനെ ഒരു ചർച്ച വന്നിട്ടില്ല. അവിടെ ആകെ ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ ഈ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളാണല്ലോ, VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന്. അത് പക്ഷേ കോൺഗ്രസ് മുഖവിലേക്ക് എടുത്തില്ല. അതല്ലാതെ ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഇന്നയാൾ സ്ഥാനാർത്ഥിയാകണം എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ, ലീഗിനും ഇപ്പോൾ ഒരു പ്രസ്റ്റീജ് മത്സരം എന്ന രീതിയിൽ തന്നെയാണ് ഷൗക്കത്തിനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. മഞ്ജുഷ് ഒരിക്കലും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഘട്ടത്തിൽ ഒരു മുന്നണി മറ്റൊരു മുന്നണിയിലുള്ള ഒരു അംഗം മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ നിർദ്ദേശം നൽകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മറിച്ച് ഇപ്പോ ഉണ്ടായിട്ടുള്ള സാഹചര്യങ്ങൾക്കപ്പുറം ലീഗിന്റെ അണികളെ മുറിപ്പെടുത്തുന്ന തരത്തിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്തിന്റേതും അദ്ദേഹത്തിന്റെ പിതാവായ ആര്യാടൻ മുഹമ്മദും ഒക്കെ നടത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങൾ പാണക്കാട് കുടുംബത്തെ ആക്രമിച്ചിട്ടുണ്ട്. അതൊരു വലിയ നോവായി വേദനയായി ലീഗ് അണികൾക്കിടയിലുണ്ട്. അത് അങ്ങനെ പെട്ടെന്നൊന്നും പരിഹരിക്കുന്ന വിഷയമല്ല. ലീഗിന്റെ ആത്മീയ സത്ത ഉൾക്കൊള്ളുന്ന ഇതും ആത്മീയ നേതാവായി കാണുന്നതുമാണ് ലീഗ് അണികൾക്ക് പാണക്കാട് കുടുംബാംഗങ്ങൾ. അപ്പൊ സ്വാഭാവികമായും പാണക്കാട് കുടുംബാംഗങ്ങൾ പങ്കെടുക്കാത്ത ഒരു കൺവെൻഷൻ അതിൽ നിന്ന് തന്നെ സൂചിപ്പിക്കുന്നത് നിശ്ചയമായും ലീഗ് അണികൾക്കിടയിൽ ഇത്തരം ഒരു മനോഭാവം വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അങ്ങനെയുണ്ടോ? ഹസ്കർ പറയുന്ന പോലെ അങ്ങനെ ഒരു കാര്യമുണ്ടോ? ലീഗിന് ആര്യാടൻ ഷൗക്കത്തിൽ താല്പര്യമില്ല എന്ന്? ലീഗിൻ്റെ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് UDF സംവിധാനത്തെ ഉറപ്പിച്ചു നിർത്തുന്ന വലിയ ഒരു ഘടകമാണ്, ചലകശക്തിയാണ് ലീഗ്. ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് റോളാണ് പലപ്പോഴും ലീഗ് എടുക്കുന്നത്. അതുകൊണ്ട് UDF സംവിധാനത്തെ ദുർബലപ്പെടുത്താനായി ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഫാമിലി അല്ലെങ്കിൽ നമ്പർ 1 ഫാമിലി എന്ന് പറയുന്ന പാണക്കാട് ഫാമിലി മാറി നിൽക്കുന്നു എന്ന നറേറ്റീവ് പൂർണ്ണമായി ശരിയാകണമെന്നില്ല. പക്ഷേ ലീഗ് അണികൾക്ക് ഈ വിഷയം കൈകാര്യം ചെയ്ത കോൺഗ്രസ് നേതൃത്വത്തിന്, പ്രത്യേകിച്ച് VD സതീശൻ്റെ ആ ഒരു രീതിശാസ്ത്രത്തോടെ ചെറിയ വിയോജിപ്പുണ്ട്. അതവർ സാമാന്യ ഉറക്കത്തന്നെ പറയുന്ന കാഴ്ചയും കഴിഞ്ഞ ദിവസം കണ്ടു. അതുകൊണ്ട് ലീഗ് ഒരു ഫാക്ടറാണ്. ലീഗിന് അവിടെ വോട്ടുണ്ട്. ലീഗിൻ്റെ അണികൾ കോൺഗ്രസ് അണികളെക്കാൾ അച്ചടക്കത്തോടു കൂടി എക്കാലത്തും മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, എല്ലായിടത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഫാക്ടർ ഇവിടെ ഇല്ല. ഇവിടെ നോക്കൂ, ലീഗിൻ്റെ കൂടെ പ്രസ്റ്റീജ് പോരാട്ടമാണ്. 2 പ്രാവശ്യം തുടർച്ചയായി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുന്ന ലീഗിന്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അതൊന്നും പരിചിതമായ കാര്യങ്ങളല്ല. അത് ഒരാവർത്തി കൂടി ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഒരു LDF സർക്കാർ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ലീഗിൻ്റെ ഇപ്പോഴത്തെ ഒരു മെല്ലപ്പോക്ക്, ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന മെല്ലപ്പോക്ക് കൊണ്ട് സൃഷ്ടിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവസാന നിമിഷം ലീഗിൻ്റെ അണികളെല്ലാം ഊർജ്ജസ്വലരായി പ്രവർത്തിക്കും. എന്നാൽ ആര്യാടൻ മുഹമ്മദുമായി ലീഗിന് മുൻകാലങ്ങളിൽ ചെറിയ മൂപ്പിളമ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ആ ഭാഗത്ത് കോൺഗ്രസിന് ലീഗിൻ്റെ നേർവാഴ്ചയുടെ കാലങ്ങളിൽ കോൺഗ്രസിന് കിഴക്കൻ മലപ്പുറം ജില്ലാ പ്രദേശത്ത് വേര് ഉണ്ടാക്കി കൊടുത്തത്, അല്ലെങ്കിൽ അസ്തിത്വം ഉണ്ടാക്കി കൊടുത്തത് ഈ ആര്യാടൻ മുഹമ്മദിൻ്റെ റോളാണ്. ഇവിടെ ആര്യാടൻ ഷൗക്കത്തിനോട് ചില മുസ്ലിം സംഘടനകൾക്ക് വിയോജിപ്പുണ്ട്. പ്രാദേശികമായ ചില വിയോജിപ്പുകളാണ്, ചില നിലപാടുകൾ. ഇപ്പോൾ ഈ VV പ്രകാശിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ VV പ്രകാശിൻ്റെ ഫാമിലി വലിയ രീതിയിൽ ഊഷ്മളമായ സ്വീകരണമൊന്നും കോൺഗ്രസിന് നൽകുന്നില്ല എന്നതും പരസ്യമായ രഹസ്യമാണ്. അതുകൊണ്ട് ഇവിടെ അസംതൃപ്തരുടെ ഒരു ചെറിയ നിര തന്നെ ഉണ്ട് കോൺഗ്രസിനുള്ളിൽ. ആദ്യ എക്കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. അപ്പോൾ ആര് സ്ഥാനാർത്ഥിയായാലും VV ജോയ് ഒരു പക്ഷേ മൊത്തത്തിൽ സ്വീകാര്യനായ സ്ഥാനാർത്ഥി ആയിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതൊരു ഡിബേറ്റബിൾ ചോദ്യമാണ്. ഇപ്പോൾ നിലവിലുള്ളൊരു സ്ഥാനാർത്ഥി, UDFൻ്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കെ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഒരു പക്ഷേ മുറുമുറുപ്പുകളും ഒക്കെ ഉണ്ടാകാൻ ചെറിയ തോതിൽ ലീഗ് കോൺഗ്രസ് ആരാണോ സ്ഥാനാർത്ഥിയെ ആയി കൊണ്ടുവരുന്നത് അവരെ പൂർണ്ണമായി അംഗീകരിക്കുക എന്നാണ് പതിവ്. എന്നാൽ അൻവറിനെ കൈകാര്യം ചെയ്ത വിഷയത്തിൽ ഉണ്ടായ ആശയക്കുഴപ്പം ഒഴിവാക്കാവുന്നതായിരുന്നു എന്ന അഭിപ്രായം ലീഗിനുണ്ട്. അത് തീർച്ചയായും കോൺഗ്രസ് പാർട്ടി ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം കൂടെ ആയിരുന്നു. ശരി, ഇപ്പോൾ ഈ അങ്ങാടിയിൽ TV വെച്ച് കാണിക്കുമെന്നൊക്കെ പറയുന്ന ശ്രീ ഹംസ, ഇതൊക്കെ വെറും ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം എന്നല്ലാതെ മറ്റെന്താണ്? ഇതിപ്പോൾ ഒരേ സമയത്ത് തന്നെ VD സതീശിനെ ഭീഷണിപ്പെടുത്തുന്നു, ആര്യാടൻ ഷൗക്കത്തിനെ ഭീഷണിപ്പെടുത്തുന്നു, മന്ത്രി മുഹമ്മദ് റിയാസിനെ ഭീഷണിപ്പെടുത്തുന്നു. ഇതിലൊക്കെ എന്ത് രാഷ്ട്രീയമാണ് ഉള്ളത്? ഇത് അങ്ങോട്ട് ആരോപണം ഉന്നയിക്കുന്നു, ലാസ്റ്റ് തെളിവ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന രീതിയിൽ ഓടിപ്പോകുന്ന ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം. അതല്ലാതെ എന്താണ് അൻവർ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞത്? ഒരു ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം പ്രയോഗിക്കുന്ന ആളല്ല PV അൻവർ. നിങ്ങൾ മനസ്സിലാക്കുന്ന, അദ്ദേഹത്തിന്റെ അടുത്തുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ CPMന്റെ ആകട്ടെ,
ബന്ധപ്പെട്ട ഭരണകക്ഷിയുടെ ആളുകളാവട്ടെ പ്രതിപക്ഷത്തിന്റെ ആളുകളാവട്ടെ നിരന്തരം അദ്ദേഹത്തിന് ഡെയിലി എന്നോണം അദ്ദേഹത്തിന് കൊണ്ടുവന്ന് കൊടുക്കുന്ന റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പുറത്തു വിട്ടാൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പല ആളുകളുടെയും പൊഴുമുഖം താഴ്ത്തു വീഴും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുമ്പോൾ അതിനൊന്നും തയ്യാറായിട്ടല്ല അദ്ദേഹം അത് പറയുന്നത്. അദ്ദേഹത്തെ വേദനിപ്പിച്ച, അദ്ദേഹത്തെ വഞ്ചിച്ച, അദ്ദേഹത്തെ ചതിച്ച ഈ ആളുകൾക്ക് എതിരെയുള്ള എല്ലാ തെളിവുകളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും ഈ പൊതുസമൂഹത്തോട് പറയുന്നത് എന്തെല്ലാം പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചാലും, ഞാൻ മരിക്കേണ്ടി വന്നാലും, എനിക്ക് ജീവനുള്ളോടത്തോളം കാലം ഞാൻ ഈ പിണറായിസത്തിനെതിരെ പടപൊരും. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നിരന്തരം ആവർത്തിച്ചു കൊണ്ട് തന്നെയാണ് അദ്ദേഹം മറ്റുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നത്. ആ ആരോപിക്കുന്നതിൽ കഴിവുണ്ട് എന്ന് ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബന്ധപ്പെട്ട ആളുകൾ ഇരുട്ടിന്റെ മറവിലും എല്ലാം PV അൻവറിനെ സെറ്റിൽ ചെയ്യാൻ തയ്യാറാവുന്നത്. PV അൻവർ മത്സരിക്കുന്നത് മാത്രമല്ല അവരുടെ പ്രശ്നം. PV അൻവറിന്റെ കയ്യിലുള്ള രേഖകൾ ഓരോന്നോരോന്നായി പുറത്തു വിട്ടാൽ ഈ സമൂഹം ഞെട്ടും. അത് PV അൻവറിനും അറിയാം, അതുമായി ബന്ധപ്പെട്ട കക്ഷികൾക്കും അറിയാം. അതാണ് രാഹുൽ വന്നത് അതിനുവേണ്ടിയാണെന്നൊക്കെയാണോ താങ്കൾ പറയുന്നത്? ഇപ്പോൾ ഇവിടെ ശ്രീ നിജേഷ് അരവിന്ദ് പറഞ്ഞിരുന്നു, രാഹുൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്, അദ്ദേഹത്തിന് അൻവറിനെ വന്ന് കാണുവാനായിട്ട് ആരുടെയും നിർദ്ദേശമൊന്നും വേണ്ട, തലയിൽ മുണ്ടിടേണ്ട ആവശ്യമില്ല, രാത്രിയോ പകലോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷെ താങ്കൾ പറയുന്നു എന്തോ സെറ്റിൽ ചെയ്യാൻ വന്നതാണെന്ന്. എന്ത് സെറ്റിൽമെന്റ് ആണ്? ആ അർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തെ സെറ്റിൽ ചെയ്യാൻ വന്നു എന്ന അർത്ഥത്തിലല്ല. പുത്തൻ വീട്ടിലെ തറവാട് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ലൈവായ വീടാണ് PV അൻവറിന്റെ വീട്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒളിച്ചൊന്നും ഒരാൾക്കും വരാൻ കഴിയില്ലെന്ന് ഈ രാജ്യത്ത് അല്പം രാഷ്ട്രീയം അറിയുന്ന ആർക്കും ബോധ്യപ്പെടും. കാരണം 24 മണിക്കൂറും ലൈവായി പ്രവർത്തിക്കുന്ന ഒരു വീടാണ് അദ്ദേഹത്തിന്റെ വീട്. അപ്പൊ ആ കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് എന്തിനു വന്നു? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, UDFന്റെ നേതൃത്വം ഇനി PV അൻവറുമായി യാതൊരു ചർച്ചയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പൊ പിണറായി വിജയൻ തന്നെ പറഞ്ഞു അൻവർ ഔട്ട്, അൻവറിനെ UDF വഞ്ചിച്ചു എന്ന് പിണറായി വിജയൻ 3-4 ദിവസം മുമ്പ് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ഒരു അന്തർധാരയല്ല. അതിനുശേഷം വീണ്ടും PV അൻവറിന്റെ വീട്ടിലേക്ക് ഈ ആളുകൾ വരുന്നുവെങ്കിൽ ബന്ധപ്പെട്ട നേതാക്കളുടെയും നേതൃത്വത്തിന്റെയും സംഭവത്തോടു കൂടി തന്നെ വരികയുള്ളൂ. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. അൻവറുമായി ഒറ്റയ്ക്ക് രഹസ്യമായി ചർച്ച നടത്താൻ പുത്തൻ വീട്ടിലെ അൻവറിന്റെ വീട് പറ്റില്ല എന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ ആ കാര്യത്തിലല്ല, അതെല്ലാം കയ്യിലുള്ള അധ്യായനം. പക്ഷെ നമ്മളിവിടെ അടിവരയിട്ട് ആവർത്തിക്കുന്നത് PV അൻവർ ഉയർത്തിയ സന്ദേശം നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ നിലമ്പൂരിലെ ജനങ്ങൾ 19-ാം തീയതി PV അൻവർ ആവർത്തിച്ച് പറഞ്ഞു. 19-ാം തീയതി ഈ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ PV അൻവർ പറഞ്ഞ ആ മനസ്സിൽ വെച്ചുകൊണ്ട്, PV അൻവർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകുന്നതും. ആ വോട്ടുകളെല്ലാം PV അൻവറിന് അനുകൂലമായി LDFിൽ നിന്നും UDFിൽ നിന്നും വോട്ട് ലഭിക്കും. PV അൻവർ ജയിച്ചിരിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എങ്ങനെ ചുമ്മാ ഇത്തരത്തിലുള്ളൊരു അവകാശവാദം എന്നല്ലാതെ ശ്രീ മോഹൻ വർഗീസ് അതിലെന്തെങ്കിലും കഴിവ് തോന്നുന്നുണ്ടോ? അതിപ്പോ ഏത് സ്ഥാനാർത്ഥിയും, സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ഏത് സ്ഥാനാർത്ഥിയും PV അൻവർ കളത്തിലേക്ക് ഇറങ്ങി ഒരാഴ്ചക്കാൻ ബോധ്യപ്പെടും. PV അൻവർ ശക്തനായ സ്ഥാനാർത്ഥിയൊക്കെ തന്നെയാണ് ആയിരുന്നു ഒരു കാലത്ത്. ഒരു പ്രത്യേക ഒരു സംവിധാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴാണ് വിന്നബിലിറ്റി ഉണ്ടാകുന്നത്. ഓൺ ഈസ് ഓൺ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം 10,000-നും 15,000-നും ഇടയ്ക്ക് വോട്ട് പിടിക്കാമെന്ന ഉദ്ദേശം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അത് തന്നെ ഒരുപക്ഷെ UDFിന്റെ വിജയസാധ്യതയെ ബാധിക്കാൻ കഴിയുന്ന നമ്പേഴ്സാണ്. ഇവിടെ നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ BJPയുടെ ഒരു സ്ഥാനാർത്ഥി താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു, തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി അൻവർ മത്സരിക്കുന്നു. ചിഹ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ചിഹ്നമുണ്ട് എന്നതിനെ കുറിച്ച് വ്യക്തമായ സൂചനകളില്ല. അത് ഒരു പക്ഷേ ഉണ്ടായേക്കാം, ഇല്ലായിരിക്കും, അതറിയില്ല. അപ്പോൾ ആ ചിഹ്നം തന്നെ ഇപ്പൊ തൃണമൂലിന്റെ ചിഹ്നം കേരളത്തിന് പരിചിതമായ ചിഹ്നമല്ല. ഒരുപക്ഷെ ബംഗാളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും ആ ചിഹ്നമെന്നല്ലാതെ, അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് ഈ പുല്ലും പൂവും എന്ന ചിഹ്നം അറിയാമെന്നല്ലാതെ അത്ര പരിചിതമല്ല. അപ്പോൾ അൻവർ തന്നെയാണ് ഇവിടെ ഫാക്ടർ, തൃണമൂൽ ഒരു ഫാക്ടറല്ല. അത് മാത്രമല്ല, തൃണമൂൽ കോൺഗ്രസ് പലപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ബാധ്യതയാണ്, ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ. ആ ഉദാഹരണം നമ്മൾ ഗോവയിൽ കണ്ടതാണ്, ഗുജറാത്തിൽ കണ്ടതാണ്, മഹാരാഷ്ട്രയിൽ കണ്ടതാണ്. അവിടെയൊക്കെ ബംഗാളിലെ പ്രധാനപ്പെട്ട പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ അവിടുത്തെ ഇന്ത്യ മുന്നണി സംവിധാനത്തിൽ വിള്ളലുകൾ വീഴുകയാണ്. അത് കേരളത്തിലേക്ക് കൂടി ആ ഒരു സംവിധാനം വ്യാപിപ്പിക്കുന്നതിന് ഒരുപക്ഷെ കോൺഗ്രസിന് വലിയ സ്വീകാര്യതയില്ല. അതുകൊണ്ട് അൻവർ ഒരു ലോക്കൽ ഇഫക്റ്റാണ്. അൻവറിന് ആ മണ്ഡലത്തിൽ ചെറിയ സ്വാധീനമുണ്ട്, അത് അവഗണിക്കാനാവില്ല. മുൻപും
LDF ചേർന്നതിന് മുൻപും സ്വതന്ത്രനായ അൻവർ മത്സരിച്ച് തരക്കേടില്ലാത്ത വോട്ടുകൾ പിടിച്ച ഒരാളാണ്. അപ്പൊ ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ തക്ക ഒരു വലിപ്പം അൻവറിനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ സ്വല്പ വിശ്വാസ്യതയുണ്ട്. പക്ഷേ പരാജയം എന്നുള്ളതാണ് ആരുടെ ജയത്തെ ബാധിക്കും? UDF മാത്രമായിരിക്കാം കൂടുതലായി ബാധിക്കുന്നത്. കാരണം അൻവറിന് 2 ഇടങ്ങളിലും സുഹൃത്തുക്കളുണ്ട്. ഇടതുപക്ഷത്തെ ചില ആളുകളെങ്കിലും അൻവറുമായി കഴിഞ്ഞ 9 വർഷം അടുത്ത് സഹകരിച്ചിട്ടുണ്ട്. ആ വോട്ടുകൾ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ M സ്വരാജ് മത്സരിക്കുമ്പോൾ ആ വോട്ടുകൾ അങ്ങോട്ട് ഗാൽവനൈസ് ചെയ്യാനാണ് സാധ്യത, അൻവറിനുള്ളതല്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസിലെ ചെറിയ അസംതൃപ്തി ഉൾപ്പെടെ മുതലാക്കിയെടുത്തുകൊണ്ട് തനിക്ക് സ്വന്തമായി സ്വരൂപിക്കാവുന്നത് പിന്നെ ഒരു നറേറ്റീവ് കൊടുക്കുന്നുണ്ട് അൻവർ. അതായത് മലയോര കർഷകരുടെ പ്രശ്നം പരിഹരിക്കാൻ UDF LDF സർക്കാരുകൾക്ക് കഴിയില്ല. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഏറ്റുമുട്ടലുകൾ, അതെല്ലാം പരിഹരിക്കണമെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരാൾ വേണം. അതുകൊണ്ട് അൻവർ ഇപ്പോഴല്ലേ അതൊക്കെ ഇടപെട്ട് തുടങ്ങിയത്? VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ അൻവർ വന്നതൊക്കെ ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരുന്നു. അൻവർ അവിടുത്തെ MLA ആയിരുന്നുവല്ലോ. ആ പ്രശ്നം പരിഹരിക്കുവാൻ അൻവർ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? അവിടെ മലയോര ജനതയുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് UDF-നായിരിക്കും. കാരണം അത് LDF സർക്കാരിനെതിരെയുള്ള ഒരു വികാരമാണ് ഉള്ളത്. ശ്രീ നിജേഷ് അരവിന്ദ്, ഇക്കാര്യത്തിൽ UDF-ന്റെ ഒപ്പമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെയും ഇപ്പോൾ ഈ ഹസ്കറുടെ ഒരു ആത്മവിശ്വാസം താങ്കൾ ശ്രദ്ധിച്ചുവല്ലോ. സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നത് വരെ LDF-ന് ഒരു ആത്മവിശ്വാസം ഇല്ലായിരുന്നു. അത് ശരിയാണ്. അവിടെ UDF-ന് തന്നെയായിരുന്നു വിന്നബിലിറ്റി. പക്ഷെ നിങ്ങൾ തന്നെയാണ് അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്തത്. അതുകൊണ്ടാണ് സ്വരാജിനെ ഇറക്കിയതും ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പൊതു സ്വതന്ത്രനായിരുന്നതിനെ. എതിർ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കിയിട്ടല്ലല്ലോ വിന്നബിലിറ്റി ഉണ്ടാക്കേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ എതിർ സ്ഥാനാർത്ഥി പ്രധാനമാണ്. എതിർ സ്ഥാനാർത്ഥി ഇപ്പോൾ ആരാണ് എന്നുള്ള കാര്യം ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം തന്നെയല്ലേ? അല്ല, നിലമ്പൂരിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഫാക്ടർ ഇല്ല. നിലമ്പൂരുകാരൻ നിലമ്പൂരേക്ക് സ്വീകരണം, ഞാൻ അതിന്റെ വ്യക്തിപരമായ ആക്ഷേപത്തിലേക്കോ അധിക്ഷേപത്തിലേക്കോ ഒന്നും പോകുന്നില്ല. നിലമ്പൂർ കഴിഞ്ഞ കുറെ കാലമായി പ്രശ്നങ്ങളിലും പ്രയാസങ്ങളുമായിരുന്നു മഞ്ജുഷ. നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോ നിലമ്പൂരിലാണ്, ഇപ്പൊ ജസ്റ്റ് അവിടെ 1 കിലോമീറ്റർ അപ്പുറത്താണ്. ഇപ്പോഴും കവളപ്പാറ, നിങ്ങളും ഞാനും ഒക്കെ ഞാൻ ചർച്ചയിൽ പങ്കെടുത്ത, താങ്കൾ റിപ്പോർട്ട് ചെയ്ത കവളപ്പാറയിലെ അന്നത്തെ ദുരന്തം, ആ ദുരന്തം കഴിഞ്ഞിടത്ത് 2 പാലങ്ങൾ പൊളിഞ്ഞു കിടക്കുക. ഇപ്പോഴും ആ പാലം പുനർനിർമ്മിച്ചിട്ടില്ല. അത് അവിടുത്തെ പ്രശ്നമാണ്. അവിടെ ഒരു പത്രസ്ഥാപനം കൊടുത്ത സ്ഥലത്തുള്ള പുനരധിവാസമല്ലാതെ ഗവൺമെന്റ് പുനരധിവസിപ്പിച്ചില്ല. അതൊരു പ്രശ്നമാണ്. ഇപ്പോഴും ടാർപോളിന്റെ കീഴിലാണ് അവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നത്. അതവിടെ പ്രശ്നമാണ്. ഇപ്പോഴും മഴക്കാലത്ത് ഫയർഫോഴ്സ് ആണ് ഭക്ഷണം അവിടെ കൊണ്ടു കൊടുക്കുന്നത്. അത് പ്രശ്നമാണ്. നിലമ്പൂരിലെ ഗതാഗത കുരുക്കിന്റെ ബൈപ്പാസ് പ്രഖ്യാപിച്ച ആദ്യഘട്ടം സ്ഥലമേറ്റെടുത്ത്, പക്ഷെ അതിനുശേഷം ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യാത്തത് അവിടെ പ്രശ്നമാണ്. കേരളത്തിലെ കോളേജില്ലാത്ത മുഴുവൻ നിയോജകമണ്ഡലങ്ങളിലും കോളേജ് കൊടുത്ത ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് ആ നിലമ്പൂരിൽ കോളേജ് ആര്യാടൻ കൊണ്ടുവന്നു, പക്ഷെ അതിന് കെട്ടിടം ഉണ്ടാക്കാത്തത് പ്രശ്നമാണ്. നിലമ്പൂരിലെ KSRTC ഡിപ്പോയ്ക്ക് ബിൽഡിംഗ് ഇല്ലാത്തത് പ്രശ്നമാണ്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ. ആ പ്രശ്നങ്ങൾ ഉള്ള സമയത്ത് ഇല്ലാത്ത കഥകളെ പറ്റിയുള്ള ചർച്ച കൊണ്ടുവരുന്നൊന്നും ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കാം. അത് നല്ല പോയിന്റാണ് ശ്രീ നിജേഷ്. അതിൽ നിങ്ങൾ അൻവറുമായുള്ള ബന്ധം വിടർത്തിയതും അൻവറുമായിട്ട് ബന്ധം വേണ്ട എന്ന് തീരുമാനിച്ചതും നല്ലതാണ്. കാരണം ഈ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെയും അതുപോലെ തന്നെ അവിടുത്തെ MLA-ക്കെതിരെ നിങ്ങൾ പറയുന്ന കാര്യത്തിലുമൊക്കെ അൻവറിനെ കൂട്ടാത്തതാണ് നല്ലത്. കാരണം ഈ കവളപ്പാറയിലുമൊക്കെ ഒരു കുടക്കീഴിലായിരുന്നു ഞാനും അൻവറും ഒക്കെ പോയിരുന്നത് എന്ന് M സ്വരാജ് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ആരോപണത്തിന്റെ ആ മൂർച്ച നിലനിർത്തണമെങ്കിൽ അൻവർ ഇല്ലാത്തത് തന്നെയാണ് നല്ലത്. അവിടെ നിങ്ങൾക്ക് ഈ തീരുമാനം സഹായിക്കും. അല്ല, ഞങ്ങൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റ്, ഇപ്പൊ BJP സ്ഥാനാർത്ഥി, BJP-യുടെ വർഗീയ പ്രീണന നയം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും. രണ്ടാമത്തത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും കൂടി ചേർന്ന് നടത്തിയ അഴിമതിയെ അനുഭവിക്കുന്നവരാണ് നമ്മൾ. കേരളത്തിലെ ദേശീയപാത ദുരന്തമായി മാറി. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, മേഘ കൺസ്ട്രക്ഷൻസ് പണം വാങ്ങിയ CPM, ഇങ്ങനെ ആശാ വർക്കർമാരുടെ സമരം തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ ഉണ്ടായപ്പോൾ വെറുതെ ആകാശത്തേക്ക് എറിയുന്ന ഉണ്ടയില്ല പടക്കങ്ങളെ പറ്റി ചർച്ച ചെയ്ത് നമ്മുടെ സമയം പോക്കണോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ആ സ്ഥാനാർത്ഥിയെ ഗൗരവമായി കാണാത്തൊന്നുമല്ല. അതുകൊണ്ട് അതൊന്നല്ല ഇനി പ്രസക്തി. അടുത്ത വരാൻ പോകുന്ന 17 ദിവസങ്ങളിൽ നിലമ്പൂർ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ഈ വിഷയമാണ്. ഞങ്ങൾ ഇപ്പോൾ BJP നേതാവ് ശ്രീ നോബിൾ മാത്യു കൂടി ചേരുകയാണ്. നോബിൾ, BJP മത്സര രംഗത്തുണ്ട്, അത് മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം BJP-ക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ മത്സരിക്കാൻ. ഇത് ആവശ്യമില്ലാത്ത തെരഞ്ഞെടുപ്പാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് തന്നെയാണ്. എന്താണ് താങ്കൾ അവിടെ കാണുന്ന സാധ്യത? ഇപ്പോൾ അൻവർ ഒരു ഫാക്ടറായിട്ട് കടന്നു വരുമ്പോൾ ആർക്കായിരിക്കും അത് ദോഷമായിട്ട് വരിക? ഇപ്പൊ ഒന്നാമത് മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്നതാണ് എന്നുള്ള അങ്ങയുടെ ആ സംസാരം ശരിയല്ല. ഞങ്ങൾ മത്സരിക്കുന്ന ജയിക്കാനാണ്.
ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്ന എവിടെ മത്സരിച്ചാലും ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അതിപ്പോൾ അൻവർ മത്സരിക്കുന്നത് അതിനു വേണ്ടിയാണ് അൻവറിന്റെ ആൾക്കാർ പറയട്ടെ, പറയുന്നത്. ഞാൻ പറഞ്ഞു വരട്ടെ. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചില വിഷയങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു ബി.ജെ.പിയുടെ വർഗീയ പ്രീണനം. കുറെ കാലമായില്ലേ ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ ഇവിടെ ബി.ജെ.പിക്ക് എവിടെയാ വർഗീയ പ്രീണനം? മോഹൻ ജോർജിനെ നിർത്തി ഏത് വർഗീയ പ്രീണനമാണ്? അപ്പൊ ഇതൊക്കെ വെറുതെ നിങ്ങളൊക്കെ കാലാകാലങ്ങളിൽ ചില കക്ഷികളെ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നു. കോൺഗ്രസും CPM ഒക്കെ മാറി മാറി പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ നാടിന് നഷ്ടമാണ്. ഞങ്ങൾ ഇവിടെ മത്സരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഒരു അനാവശ്യമായി വന്ന തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ അൻവർ ഇങ്ങോട്ട് മാറി ഇരുന്നായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വരില്ലായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് വരുത്തിയത് അനാവശ്യ തെരഞ്ഞെടുപ്പാണ്. അനാവശ്യ തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി ഇവിടെ അന്തർദേശീയ രാഷ്ട്രീയവും ദേശീയ രാഷ്ട്രീയവും പ്രാദേശിക രാഷ്ട്രീയവും ഇവിടെ സംസാര വിഷയമാണ്. ഇതാണ് ഇവിടുത്തെ വിഷയമാണ്. കഴിഞ്ഞ ദിവസം സതീശൻ പറയുന്ന കേട്ടു, ഞങ്ങൾ രാഷ്ട്രീയമായാണ് മത്സരിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ കക്ഷികളും രാഷ്ട്രീയമായിട്ടല്ലാതെയാണ് മത്സരിക്കുന്നത്. ഞങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അന്തർദേശീയ തലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഭാരതം ലോകരാഷ്ട്ര സാമ്പത്തിക ശക്തികളിൽ 4ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. അന്തർദേശീയ ഈയിടെ നടന്ന ആ പോരാട്ടത്തിൽ, ഞാൻ യുദ്ധം എന്ന് പറയുന്നില്ല, പോരാട്ടത്തിൽ അവിടെ വൻ വിജയം, ഭീകരതയ്ക്കെതിരെ വൻ വിജയം നേടിയിരിക്കുന്നു. അങ്ങനെ അന്തർദേശീയ തലത്തിൽ നല്ല പുഷ്പിച്ചു നിൽക്കുന്ന ഭാരതം, ആ ഭാരതത്തിന്റെ സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ മോഹൻ ജോർജ് മത്സരിക്കുന്നത്. ദേശീയ തലത്തിൽ ഈ നമ്മുടെ ദേശം വളരെയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 11 വർഷം മുമ്പ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ആകാശത്ത് അഴിമതി, ഭൂമിയിൽ, അന്ന് കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്, ഭൂമിയിൽ അഴിമതി, വെള്ളത്തിൽ അഴിമതി, പാതാളത്തിൽ അഴിമതി, ഈ അഴിമതികളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഭാരതം വികസന രംഗത്ത് മുന്നോട്ട് കുതിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കാര്യങ്ങൾ ദേശീയ രംഗത്ത് നടക്കുമ്പോൾ കേരളത്തിൽ ഇടതും വലതും മാറി മാറി കഴിഞ്ഞ 60 വർഷം ഭരിച്ച ശേഷമാണ് പാലമില്ല, റോഡില്ല എന്നൊക്കെ ഇപ്പോഴും പറയുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഭരിച്ചു. ഇതിനു മുമ്പ് പക്ഷേ നിലമ്പൂരിൽ പക്ഷേ നിങ്ങൾ ഈ പറയുന്നതിനും ആരും ചെവി കൊടുക്കാൻ ആളുകൾ കുറവാണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ശ്രീ നോബിൾ മാത്യു, അല്ല നിങ്ങൾക്ക് തന്നെ അതൊരു ബോധ്യവുമുണ്ട് അവിടെ മത്സരിച്ചിട്ട് വലിയ കാര്യമില്ല എന്ന്. കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, ആ മലയോര കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുവാനും ഇടതിനോ വലതിനോ സാധിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് പന്നിയെ കൊല്ലുന്നതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇറക്കി. അതായത് കേന്ദ്രം മാറണം എന്നാണ് പറയുന്നത്. കേന്ദ്രം ഏത് നയവും മാറ്റേണ്ടത്? ഇവിടെ സ്റ്റാറ്റ്യൂട്ടിനെ അനുസരിച്ച് ഇവിടെ നമ്മുടെ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ, മനുഷ്യജീവന് ഹാനികരമായ വന്യമൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ള അധികാരം ചീഫ് കൺസർവേറ്റർക്കുണ്ട്. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇത് ഈ ഫോറസ്റ്റുകാർ പറയുന്ന പോലെ, വനം വകുപ്പ് ഫോറസ്റ്റുകാർ പറയുന്നത് പോലെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാർ, ഇടതും വലതും ഭരിച്ചിരുന്ന കാലത്ത് വിയർപ്പ് ചുന്നുന്ന കൃഷിഭൂമികളിൽ കർഷകരെ ബന്ധിച്ചവർ, അപ്പൊ അവർക്കെതിരെയൊക്കെയുള്ള ഒരു പോരാട്ടം. ഞങ്ങളൊരു ശരി ശ്രീ മോഹൻ ബഗീസ്, പക്ഷേ ബി.ജെ.പിക്ക് ഒരു 8000 വോട്ടൊക്കെ അവിടെ സമാഹരിക്കാൻ പറ്റിയേക്കും. മുന്നിൽ തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ BDJS മത്സരിച്ചപ്പോൾ 10,000-ൽ കൂടുതൽ വോട്ടുകൾ കിട്ടിയതുമാണ് NDAക്ക്. പക്ഷെ ഇവിടെ BJP സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമ്പോൾ, പക്ഷെ അതൊരു അദ്ദേഹം BJP ആയത് കഴിഞ്ഞ ദിവസമാണ് മോഹൻ ജോർജ്. ഏതെങ്കിലും രീതിയിൽ ആരുടെയെങ്കിലും സാധ്യതകളെ ഇല്ലാതാക്കുമോ? ഇവിടെ മലയോര ജനതയുടെ വോട്ട് BJPക്ക് കിട്ടുകയാണെന്ന് വിചാരിക്കുക, ഇപ്പോൾ മോഹൻ ജോർജ് സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും UDF-നായിരിക്കും ഒരു കോട്ടം. പക്ഷെ അത് സംഭവിക്കുവാനുള്ള സാധ്യതയുണ്ടോ? കാരണം മലയോര ജനത ഒരു വലിയ രീതിയിൽ പ്രതികരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ സമയത്ത്. അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ ഫലം കാണണം എന്നും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് UDF-നായിരിക്കുമല്ലോ നേട്ടം. അപ്പോൾ BJPയുടെ മത്സരം കൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്? അങ്ങനെ ഒരു സാധ്യതയൊന്നുമില്ല. BJPക്ക് പരമാവധി ലഭിച്ച വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രന് ലഭിച്ച 17,000 വോട്ടാണ്. അത് 13,000 വോട്ടായിട്ട് കുറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ച് വിജയിച്ച വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ, അതിൻ്റെ വയനാടിൻ്റെ പരിധിയിലുള്ളൊരു മണ്ഡലമാണല്ലോ, നിയമസഭാ സെഗ്മെൻ്റ് ആണല്ലോ നിലമ്പൂർ, അവിടെ 13,000-ഓളം വോട്ടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും 10,000 എന്ന കടമ്പ കടന്നിട്ടില്ല BJP. അതിപ്രാവശ്യവും കടക്കുമെന്ന് കരുതാനാവില്ല. പക്ഷേ BJP വലിയൊരു പേരുദോഷത്തിൽ നിന്നും രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. കാരണം BJPയുടെ ഒരു സ്ഥാനാർത്ഥിയോ NDAയുടെ ഒരു സ്ഥാനാർത്ഥിയോ ഇല്ലാതെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കുന്ന ഒരു അന്തരീക്ഷം സംജാതമാവുകയാണെങ്കിൽ വോട്ട് കച്ചവടം എന്ന ഒരു പേരുദോഷം കേൾക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ ധൈര്യപൂർവ്വം തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു. താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ BJP സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കുന്നു. ആ സ്ഥാനാർത്ഥി ഒരുപക്ഷെ അവസാന നിമിഷം BJPയിൽ എത്തിയതാണ്. അതൊക്കെ പരിചിതമാണ്. കാരണം കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലുമൊക്കെ അങ്ങനെയൊക്കെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുണ്ട്. അത് ശരിയാണ്. പക്ഷേ നോക്കൂ, ഇവിടെ UDF LDF മുന്നണികൾ
ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന ഘട്ടം വരെ എത്തി അവസാനം അവർ ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് VS ജോയി ആകട്ടെ, അല്ലെങ്കിൽ M തോമസ് മാത്യു ആയിക്കൊള്ളട്ടെ, LDF M തോമസ് മാത്യുവിനെയും UDF VS ജോയിയും പരിഗണിച്ചു എന്ന് ആർഗ്യുമെന്റിന് വേണ്ടി വിശ്വസിക്കുക. അത് രണ്ടും ഇല്ലാതെ വന്നപ്പോൾ അത് ശരിയാണ്, അങ്ങനെയാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം അവർ ഒരുപക്ഷെ സമ്മതിച്ചു എന്നിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ആ മണ്ഡലത്തിൽ 12% ക്രൈസ്തവ വോട്ടുകളുണ്ട്. അത് മാർത്തോമ സമുദായത്തിൻ്റെ മാത്രം വോട്ടല്ല, ഞാൻ ഉൾപ്പെടുന്ന മാർത്തോമ സമുദായത്തിൻ്റെ ഒരു മുഖമാണ് BJP സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എന്ന് കൂടി ഓർക്കണം. വ്യക്തിപരമായി എനിക്കും പരിചയമുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം അഭിഭാഷകനാണ്, ആ പ്രദേശത്ത് അറിയപ്പെടുന്ന ഒരാളാണ്. തീർച്ചയായും അതൊരു പല പ്രസ്ഥാനങ്ങൾ YMC ഉൾപ്പെടെയുള്ള പല പ്രസ്ഥാനങ്ങളിലും ഒക്കെ മാർത്തോമ സഭയുടെ ഭരണസമിതികളിലൊക്കെ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഒരാൾ കൂടിയാണ്. അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയായി നിർത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉദ്ദേശം ഒരു പാൻ കേരള ക്രിസ്ത്യൻ ഒരു സപ്പോർട്ട് ബേസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു നീക്കമാണ്. നിലമ്പൂർ വലിയ രീതിയിൽ നിലം തൊടില്ല എന്ന് അറിയായികയില്ല. ആരും തന്നെ BJPയുടെ വിജയം ഒരു പ്രതീക്ഷിക്കുന്നുമില്ല, ഒരു രീതിയിൽ കാണുന്നുമില്ല. പക്ഷേ മധ്യ തിരുവിതാംകൂറിൽ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, ഇടുക്കി ജില്ലയുടെ ചില ഭാഗങ്ങൾ, കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ BJPക്ക് അസ്തിത്വം ഉണ്ടാക്കണമെങ്കിൽ അടുത്ത പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ, ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ക്രിസ്ത്യൻ മനസ്സിൽ ഇടം കണ്ടെത്തണമെങ്കിൽ പരിഗണിച്ചു എന്നുള്ളൊരു സന്ദേശം പരിഗണിച്ചു എന്ന സന്ദേശമാണ്. അതുകൊണ്ടാണ് ഒരു പക്ഷേ സീറ്റിലാണ് എന്ന് മാത്രം. ശരി, ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇവിടെ നേരത്തെ ശ്രീ നിജേഷ് അരവിന്ദ് പറഞ്ഞ കാര്യം സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരിക്കും. അത് തന്നെയാണ് കോൺഗ്രസും UDFും പ്രചാരണത്തിൽ മുന്നിൽ കൊണ്ടുവരുന്നതും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ടാകില്ല സ്വാഭാവികമായിട്ടും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദേശീയപാതയുടെ തകർച്ചയൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പിന്നോക്കം പോകും. അതുകൊണ്ട് ഈ അൻവർ എഫക്റ്റ് ഒക്കെ അവിടെ ചർച്ചയായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് UDFന് കോട്ടമായിക്കോട്ടെ എന്ന് വെച്ച്. പക്ഷേ അവിടെ ഈ അൻവർ വിട്ടു നിൽക്കുന്ന UDFന് സഹായമാണ്. കാരണം ഈ സംസ്ഥാന സർക്കാരിനെതിരെ ആയുധത്തിന് മൂർച്ച കൂട്ടുവാൻ UDFന് കഴിയും. അല്ല, അൻവർ ഒപ്പമുണ്ടായിരുന്നുവെങ്കിൽ ഈ MLAക്കെതിരെയും കൂടെ, രാജിവെച്ച MLA അൻവറിനെതിരെയും കൂടെ ആരോപണം ഉന്നയിക്കണമല്ലോ. അവിടെ അത് തടസ്സമാകുമായിരുന്നു. ഇപ്പോൾ ആ തടസ്സവും UDFനില്ല. ഈ MLA കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല 9 വർഷം നിലമ്പൂരിന് ഒന്നും കിട്ടിയിട്ടില്ല, ഒരു വികസനവും ഇല്ല എന്നൊക്കെ ശക്തമായിട്ട് പറയുവാൻ ഇപ്പോൾ UDFന് കഴിയും. മഞ്ജുഷ, 9 കൊല്ലമായിട്ട് മാത്രമല്ലല്ലോ കേരളം ഉണ്ടായിട്ടുള്ളത്. നിലമ്പൂരിനെ അവഗണിച്ചതിൽ മുഖ്യധാര പങ്കുവഹിച്ചിട്ടുള്ളത് UDF ഗവൺമെന്റ് ആണ്. ദീർഘകാലം അവിടുത്തെ MLA ആയിരുന്നിട്ടുള്ളത് ശ്രീ ആര്യാട് മുഹമ്മദരായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്നു എന്ന് അവകാശപ്പെടുന്ന വികസനങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശോഭിതമാണ്. 9 കൊല്ലം കൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിനും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ള എല്ലാ വികസന നേട്ടങ്ങളും ആ മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അത് നിശ്ചയമായും വികസനത്തെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ സംസ്ഥാനത്താകമുള്ള കാഴ്ചപ്പാട് ചർച്ചയാക്കപ്പെടും. ആ ചർച്ചയാക്കപ്പെടുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ആന്റി ഇൻക്യുബേഷൻ ഫാക്ടർ നിലമ്പൂരിൽ ഇല്ല എന്നുള്ള വസ്തുതയാണ്. കാരണം നമുക്കറിയാലോ, കേരളം ആന്റി ഇൻകംബൻസി പിണറായി സർക്കാരിനെതിരെ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ആര് വിശ്വസിക്കാനാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ? സ്വാഭാവികമായ ഒരു എക്സിസ്റ്റൻസിന്റെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഒരു ആന്റി ഇൻകംബൻസി സംസ്ഥാനത്തൊട്ടാകെ ഉണ്ട് എന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ പോലും ഞങ്ങൾ വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നതിന്റെ തുടക്കമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് വസ്തുത. സംസ്ഥാനം മുഴുവൻ ഉണ്ട്, നിലമ്പൂരിൽ മാത്രമില്ല എന്നാണോ? അങ്ങനല്ല, അങ്ങനെ ഉണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടേമും എന്നുള്ളത് അങ്ങനെ ഉണ്ടാകാൻ പോകുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ്. ഒരിക്കലല്ല, ഇത് ഞങ്ങൾ പറഞ്ഞതല്ലല്ലോ, ഇത് ജനങ്ങൾ പറയുന്നതാണ്. അല്ല, ജനങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ്. പിന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് ഏതോ വലിയ തോതിൽ അഴിമതി. ഇപ്പോൾ നേരത്തെ നിജേഷ് അടക്കം പറയുന്നു മെഗാ ഇൻഫ്രാസ്ട്രക്ചറിന് CPM പണം നൽകിയെന്നല്ലേ. ഈ ആരോപണം ഉന്നയിച്ച മനോരമ മാപ്പെഴുതി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും UDF, ഇതാണ് UDFന്റെ പ്രശ്നം എന്ന് പറയുന്നത്. നേരത്തെ ഈ കവളപ്പാറ ദുരന്തവുമായിട്ട് M സ്വരാജ് അവിടെ എങ്ങും വന്നില്ല എന്ന വലിയ തോതിലുള്ള പ്രചരണം നടത്തി. അതിനെ കൂട്ടുപിടിച്ചു അൻവറും പ്രചരണം നടത്തിയ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ അതിന് മറുപടി പറയേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിലുള്ള നുണകൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലേ. കൊച്ചു കുട്ടികൾക്ക് പോലെ ദേശീയപാതയുടെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ആരാണ് അതിന്റെ ചുമതലക്കാരനെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. അപ്പൊ അതറിയാത്തവരല്ല ഇവരാരും. പക്ഷെ ഇവർ ചുമ്മാ ജനങ്ങളുടെ മുന്നിൽ പറയാണ് ദേശീയപാത തകർന്നത് ഇടതുപക്ഷം ഏതോ തരത്തിൽ അഴിമതി നടത്തിയിട്ടാണെന്നാണ്. പക്ഷെ ഏതെങ്കിലും അഴിമതി കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ ഉയർത്തിയിട്ടുള്ള ഏതെങ്കിലും അഴിമതി തെളിയിക്കാനായിരുന്നു. ഇപ്പൊ മലയാള ഭാഷയ്ക്ക് പുതിയൊരു പദാവലി സംഭാവന ചെയ്തു എന്നുള്ളതിന് ഒഴികെ അൻവറിന് ഒരു പ്രസക്തിയും നിലമ്പൂരിലില്ല.
എന്തുകൊണ്ടെന്നാൽ പിണറായിസം എന്ന് പറയുന്ന ഒരു പദാവലി അദ്ദേഹം നിരന്തരം ഉപയോഗിച്ച് ഇപ്പൊ മാധ്യമങ്ങളടക്കം അതിങ്ങനെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. UDF അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അൻവർ ഉന്നയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വസ്തുതകളിൽ അദ്ദേഹം കൺസിസ്റ്റന്റ് ആയിട്ട് ഉറച്ചു നിന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പിണറായി വിജയനെ ആക്രമിക്കുന്നത് പോലെ തന്നെ ഇപ്പൊ ശ്രീ VD സതീശനെയും അദ്ദേഹം ആക്രമിക്കാൻ തയ്യാറാകുന്നു എന്നുള്ള മാറ്റം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളൂ. ഞാൻ കരുതുന്നത് 3 അക്ക പോലും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കടന്നുകൂടാൻ കഴിയുമോ എന്ന സംശയമുണ്ട്. കാരണം അദ്ദേഹത്തിന് ഈ പറയുന്ന കണക്ക് നിലമ്പൂരിലെ സാധാരണ ഓട്ടത്തൊഴിലാളികളുടെയും സാധാരണ ജനങ്ങളുടെയും ഒക്കെ ഉള്ള ഒരു പിന്തുണ ഉണ്ടായിരുന്നു എങ്കിൽ അദ്ദേഹം ആദ്യ യോഗം നടത്തുന്ന വേളയിൽ ഉണ്ടായിരുന്ന അതേ പിന്തുണ അവസാനം നടത്തിയിട്ടുള്ള യോഗങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന് കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരി, ഇപ്പോൾ നേരത്തെ PV അൻവർ VV പ്രകാശിന്റെ വീട്ടിലെത്തിയിരുന്നു. അവിടെ VV പ്രകാശിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു. ഇപ്പോൾ അതേക്കുറിച്ച് VV പ്രകാശിന്റെ കുടുംബം ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. എപ്പോഴും VV പ്രകാശിന്റെ കുടുംബം പാർട്ടിക്കൊപ്പമാണെന്നാണ് ഭാര്യ സ്മിത പ്രകാശ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടിക്കൊപ്പം നിലകൊള്ളും എന്നാണ്. PV അൻവറിന്റെ സന്ദർശനത്തിന് ശേഷമാണ് ഇത്തരമൊരു പ്രതികരണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. VV പ്രകാശ് മരിച്ചപ്പോൾ പുതപ്പിച്ചത് പാർട്ടിയുടെ പതാകയാണ്. ആ പാർട്ടി തന്നെയായിരിക്കും മരണം വരെ ഞങ്ങളുടെ പാർട്ടിയെന്നും സ്മിത പറഞ്ഞു. PV അൻവർ അവിടെ കുളം കലക്കുവാനുള്ള ശ്രമമാണോ നടത്തിയത് എന്നാണ് ഇപ്പോൾ സംശയിക്കേണ്ടത്. അതോടൊപ്പം തന്നെ PV അൻവർ പറഞ്ഞത് കഴിഞ്ഞ തവണ ഒപ്പം മത്സരിച്ചതാണ്, ആ നിലയ്ക്കാണ് വന്നതെന്നാണ്. കഴിഞ്ഞ തവണ നേരിട്ട് ഏറ്റുമുട്ടിയതാണ്. എങ്കിലും VV പ്രകാശുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. കോളേജിലും യൂത്ത് കോൺഗ്രസിലും ഉണ്ടായിരുന്നതാണ്. കുടുംബവുമായി നല്ല ബന്ധം. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആദ്യം വോട്ട് ചോദിക്കേണ്ടത് ഇവിടെ നിന്നായിരുന്നു എന്നാണ്. ഷൗക്കത്ത് ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ് അൻവറിൻ്റെ പരാതി. ഇതാണിപ്പോൾ വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, UDFന്റെ കൺവെൻഷനിൽ പാണക്കാട് തങ്ങൾ കുടുംബാംഗങ്ങൾ പങ്കെടുക്കാത്തതിൽ ഒരു വിശദീകരണം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജിന് പോയിരിക്കുകയാണ്. മുനവർ അലി തങ്ങൾ വിദേശത്താണ്. അബ്ബാസ് അലി തങ്ങൾ ഒഴിവാക്കാനാവാത്ത പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. ഇതാണിപ്പോൾ നൽകിയിരിക്കുന്ന വിശദീകരണം. അങ്ങനെ വിവാദങ്ങൾ വരുന്നു, അതിനുള്ള വിശദീകരണങ്ങൾ വരുന്നു. ശ്രീ ഹംസ പാറക്കാട്ട്, ഈ VV പ്രകാശിൻ്റെ വീട്ടിലൊക്കെ പോയി വെറുതെ ആവശ്യമില്ലാത്തൊരു വൈകാരികമായ കാര്യങ്ങൾ അത് അനുകൂലമാക്കിയെടുക്കാമോ എന്നൊക്കെയാണല്ലോ അൻവർ ശ്രമിച്ചത്. ഇതൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ? നിലമ്പൂരിലെ എല്ലാ VV പ്രകാശിന്റെ കുടുംബം നിലമ്പൂരാണ്. നിലമ്പൂരിലെ എല്ലാ വോട്ടർമാരെ സമീപിക്കുക എന്നുള്ളൊരു സ്ഥാനാർത്ഥിയുടെ കടമയാണ്. മാക്സിമം വോട്ട് സംഹരിച്ച് ജയിക്കുക എന്നുള്ളതാണല്ലോ അൻവർ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കാണും അദ്ദേഹം. VV പ്രകാശിന്റെ വീട് സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്താ പറഞ്ഞത്? ഇതൊരു കോൺഗ്രസ് കുടുംബമാണെന്ന്. അതിലെന്താ തർക്കം? ആർക്കാ തർക്കമില്ലാത്തത്? ഇത് അങ്ങനെയല്ല ശ്രീ ഹംസ. ഇവിടെ VV പ്രകാശിന്റെ കുടുംബത്തിന് ആര്യാടൻ ഷൗക്കത്തിനോട് എന്തോ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുവാനുള്ള ഒരു തന്ത്രമാണ് PV അൻവർ പ്രയോഗിച്ചത്. അദ്ദേഹം കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷമാണ് PV പ്രകാശിന്റെ വീട്ടിൽ പോയത്. അതുകൊണ്ടാണ് ചോദിച്ചത്. ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പും അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇലക്ഷൻ വർക്ക് നടത്തിയപ്പോൾ പ്രകാശിന്റെ വീട്ടിൽ പോയിട്ട് തന്നെയാണ് ഇലക്ഷൻ വർക്ക് നടത്തിയത്. അദ്ദേഹം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരിട്ട് മത്സരിക്കുകയല്ല. നിലമ്പൂരിൽ ഒരു വോട്ടർ എന്ന നിലയിൽ ആരെ സമീപിക്കുന്നത്? സ്ഥാനാർത്ഥിക്കും തെറ്റി. നേരിട്ട് ആരെ കാണുന്നതിലും എന്താ തെറ്റ്? അല്ല, തെറ്റുണ്ടെന്നല്ല പറഞ്ഞത്. എന്തോ അവർക്ക് കോൺഗ്രസുമായിട്ട് പ്രശ്നമുണ്ട്, ആ കുടുംബത്തിന് കോൺഗ്രസിനോട് എതിർപ്പുണ്ട്, ഷൗക്കത്തിനോട് എതിർപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈകാരികമായ രംഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അൻവർ. അത് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ ഈ ഒരു വിശദീകരണത്തോടു കൂടി അതൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ അല്ല, അതെന്താ കോൺഗ്രസ് കുടുംബം എന്നല്ലേ പറഞ്ഞത്? PV അൻവറിന്റെ കുടുംബം കോൺഗ്രസ് ആണ്. അതിലപ്പുറം അവരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. 19-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ നിലമ്പൂരിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരും CPM-ലെ പ്രവർത്തകരും PV അൻവർ ഉന്നയിച്ച ആ കാര്യങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടിയുള്ള പ്രവർത്തനമാണ് PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ആരായിരിക്കും? ഇപ്പം 2-3 മാസങ്ങളായി ചർച്ച ചെയ്യുന്ന PV അൻവർ ഇനിയുള്ള ദിവസങ്ങളിൽ നിലമ്പൂരിലെ താരം PV അൻവർ തന്നെ ആയിരിക്കും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. 2-3 PV അൻവർ കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. പക്ഷെ ആ വീഴ്ച വലുതായിരിക്കും. ശ്രീ ഹംസ, ആ വീഴ്ച വലുതായിരിക്കും. അൻവറിസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ച കൂടി കാണേണ്ടി വരും. ശ്രീ PV അൻവറിനെ കേരള സമൂഹം ഒരിക്കലുമില്ല. PV അൻവറിനെ നമുക്ക് 19-ാം തീയതിക്ക് ശേഷം PV അൻവറിനെ കേരള സമൂഹം അംഗീകരിക്കേണ്ടി വരും.
PV അൻവർ പറഞ്ഞത് ശരിയാണെന്ന് 19-ാം തീയതി പോളിംഗ് ബൂത്തിൽ ചെല്ലുന്ന ജനങ്ങൾ വിധി എഴുതും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സംശയമുണ്ട്. ശരി, ശ്രീ നിജേഷ് അരവിന്ദ്, ഇപ്പോൾ ഈ VV പ്രകാശുമായിട്ടുള്ള പ്രശ്നം അത് അൻവർ ഊതി ഉറപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴും അത് കോൺഗ്രസ്സുകാർക്കിടയിലും ഉള്ള ഒരു വൈകാരികമായ കാര്യം തന്നെയല്ലേ? പ്രകാശ് ജയിക്കേണ്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. മാത്രമല്ല പ്രകാശിന് ഒരുപാട് ബുദ്ധിമുട്ട് അവിടെ 2021 നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ അൻവർ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, ഈ ഷെയ്ക്ക് ഹാൻഡ് നൽകാൻ പോലും ആര്യാടൻ ഷൗക്കത്ത് തയ്യാറായിരുന്നില്ല എന്ന്, അതൊക്കെ കോൺഗ്രസ്സുകാരും നേരിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. അല്ല മഞ്ജുഷ, ഇതുവരെയുള്ള കാര്യങ്ങളെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ദയവേത് അനാവശ്യമായ ചർച്ചകളിലേക്ക്, ഇല്ലാത്ത കഥകളിലേക്ക് കൊണ്ടുപോകരുത്. പ്രകാശ് ചേട്ടനൊക്കെ ഞങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് മാധ്യമത്തിലെ ഒരു ചർച്ചയുടെ ഭാഗം മാത്രമായിരിക്കും. എന്നെ വ്യക്തിപരമായി വളരെ വൈകാരികമായ ഒന്നാണ് അത്. പ്രകാശ് ചേട്ടനാവട്ടെ, സതീഷ് ചേട്ടനാവട്ടെ. അതുകൊണ്ട് ദയവ് ചെയ്ത് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കരുത്. ഒരു റിക്വസ്റ്റ് ആണ്. ആ കുടുംബത്തിനെ ദയവ് ചെയ്ത് വലിച്ചഴക്കരുത്. ആ റിക്വസ്റ്റ് സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഞങ്ങൾക്ക് അല്ലാതെ ചില മറ്റു ഭാഷയിലേക്ക് ആ സംസാരത്തെ മാറ്റേണ്ടി വരും. ദയവ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകരുത്. നമുക്ക് രാഷ്ട്രീയ ചർച്ചയാണെങ്കിൽ രാഷ്ട്രീയ ചർച്ചയാവും. വെറുതെ ആരെങ്കിലും കാണിക്കുന്ന കോമാളിത്തത്തിന് ഒപ്പം നിന്ന് കൊടുക്കേണ്ട ഉത്തരവാദിത്വമൊന്നും ചാനലുകൾക്കില്ല. ഞങ്ങൾക്കറിയാം പ്രകാശ് ചേട്ടനും ഷൗക്കത്തും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്, എത്രത്തോളം അടുത്ത ബന്ധമുണ്ടായിരുന്നു ഒക്കെ വളരെ വ്യക്തിപരമായി, വളരെ അടുത്ത വ്യക്തിപരമായിട്ട് അറിയുന്ന ആളുകളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് റിക്വസ്റ്റ് ആണ്, ദയവ് ചെയ്ത് അതിലേക്ക് കൊണ്ടുപോകരുത്. രണ്ടാമത്, അസ്കറെ, മനോരമ മാപ്പ് പറഞ്ഞതല്ല. മനോരമയുടെ അസ്കർ വായിച്ചോന്ന് എനിക്കറിയില്ല. മനോരമ എഴുതിയ എന്താണെന്ന് അറിയോ? ഇലക്ടറൽ ബോണ്ട് അല്ല വാങ്ങിയത്, നേരിട്ട് സംഭാവനയാണ് വാങ്ങിയത്. അതാ പറഞ്ഞത്. അത് മാപ്പ് പറഞ്ഞില്ല. മനോരമ ആദ്യത്തെ ദിവസം എഴുതി ഇലക്ട്രൽ ബോണ്ട് 25 ലക്ഷം മേഖലയിൽ നിന്ന് വാങ്ങിയത്. പിറ്റേ ദിവസം അത് തിരുത്തി, ഇലക്ട്രൽ ബോണ്ട് അല്ല, നേരിട്ട് സംഭാവന വാങ്ങിയതാണ്. അത് രണ്ടും കാശ് തന്നെയാണ്. അത് രണ്ടും അഴിമതിയുടെ കാശാണ്. നിങ്ങളുടെ പൊതുമരാമത്ത് മന്ത്രി ദിവസവും റീൽസ് ഇട്ടത് ഇതേ ദേശീയപാതയെ പറ്റി തന്നെ. ഞങ്ങളുടെ നേട്ടം എന്ന് തന്നെയാണ്. ഈ കമ്പനികളിൽ നിന്നൊക്കെ പൈസ അഡ്വാൻസ് ആക്കി വാങ്ങി മുക്കി ഈ വാതകം നശിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്ക്. പിന്നെ കവളപ്പാറയിൽ അദ്ദേഹം നിങ്ങളുടെ സ്ഥാനാർത്ഥി പോയോ ഇല്ലയോ നല്ല പ്രശ്നം. കവളപ്പാറയിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. കവളപ്പാറയിൽ പോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, 2 പാലം ഈ റീൽസ് ഇടുന്ന മന്ത്രിക്ക് കവളപ്പാറയിലെ 2 തകർന്നു കിടക്കുന്ന പാലങ്ങൾ ഇപ്പൊ കാണാം. നിലമ്പൂരിനെ പറ്റി അസ്കർ അറിയില്ലെങ്കിലും എനിക്കറിയാം. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഇടമാണ് പഴയ നിലമ്പൂരും പഴയ നിലമ്പൂരാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി സാധ്യത, ചാലിയാറും ചോക്കാടും ഒക്കെ അതിന്റെ ഭാഗമാകുന്ന സമയത്ത് കുറച്ചുകൂടി സാധ്യത ഞങ്ങൾക്കുള്ള പഞ്ചായത്തായിരുന്നു. ഇപ്പൊ ചാലിയാറും ചോക്കാടും 3 പഞ്ചായത്തുകൾ മാറിപ്പോയ സമയത്ത് ഞങ്ങൾ എന്താണ് UDF വോട്ട് ഷെയർ ഒരു ചെറിയ കുറവ് വന്നിട്ട്, അല്ലാതെ നിലമ്പൂരിന്റെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. നിലമ്പൂരിലെ 6 പുഴകൾ ചുറ്റി ഒഴുകുക. അതിനൊക്കെ അവിടെയും ഇവിടെയൊക്കെ 100 കണക്കിന് പാലങ്ങളാ. നിങ്ങൾ നിലമ്പൂരിനെ പോലെ ഒരു സ്ഥലം നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് കേരളത്തിൽ പോയാൽ നിങ്ങൾക്ക് കാണില്ല. അവിടെയാണ് ആര്യാടന്റെ പവർ കാണുന്നത്. അവിടെയാണ് ആര്യാടൻ. നിങ്ങൾക്ക് ആ ഗ്രാമങ്ങളിലേക്ക്, മലയോര ഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത്, അങ്ങ് വടപുറം മുതൽ അങ്ങേയറ്റം വഴിക്കടവിന്റെ അതിർത്തി നാടുകാണി വരെ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആര്യാടൻ ടച്ച് കാണാം. ആ ടച്ച് കാണണമെങ്കിൽ അവിടെ പോകണം. നിങ്ങൾക്ക് വലിയ ഭായിൽ എന്തെങ്കിലും പറയുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് നിലമ്പൂരിന്റെ പൊളിറ്റിക്സ് അറിയില്ല. അസ്കറിനോട് പറയുന്ന, ഒരു കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് കേഡറുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഇടമായിരുന്നു നിലമ്പൂർ. അവിടെ വെച്ചാണ് കോൺഗ്രസ് ആരംഭിച്ചത്, ആര്യാടൻ ആരംഭിച്ചത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വ തലത്തിൽപ്പെട്ട ആളുകളാണ് സാവകാശം കോൺഗ്രസിലേക്ക് എത്തിയത്. ഇപ്പോഴും ഞങ്ങൾ എവിടെയുള്ള ഒരുപാട് നേതാക്കന്മാർ, CPM-ന്റെ DYFI-യുടെ ഒരു കാലഘട്ടത്തിലെ നേതാക്കന്മാരൊക്കെ ഇന്ന് ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാരെ ഇതുപോലെ ചാനൽ ചർച്ചയിലൊന്നും പങ്കെടുക്കുന്നുണ്ട്. അത് ആര്യാടൻ മുഹമ്മദും സഹപ്രവർത്തകരും ഇറങ്ങി നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ആ നിലമ്പൂരാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട, നിങ്ങൾ കാണേണ്ട. ആര്യാടന്റെ കാലത്ത് ഡെവലപ്പ് ചെയ്ത നിലമ്പൂർ. ആര്യാടൻ നിലമ്പൂരിലെ MLA ആവുന്ന സമയത്ത് കേരളം മുഴുവൻ നിറഞ്ഞു നിന്നു. കേരളത്തില് ഒരു നേരത്തെ പറയുന്ന വാക്ക് കടമെടുത്താൽ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഒരു ആര്യാടനിസം, ഇതുപോലെ ചാനൽ ചർച്ച തുടങ്ങിയ കാലത്ത് ആര്യാടൻ മുഹമ്മദ് ചർച്ചയ്ക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എതിർഭാഗത്ത് ചർച്ചയ്ക്ക് ആള് വരാത്ത ഒരു കാലമുണ്ടായിരുന്നു. ആ കാലമുണ്ട് നിയമസഭയ്ക്കകത്ത് ആര്യാടൻ പറയുന്നതിന് ശക്തരൻ കൗളിനേക്കാൾ ആര്യാടൻ പറയുന്നതിന് നിയമമാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. അതേസമയം നിലമ്പൂരിൽ നിറഞ്ഞു നിന്ന ഒരു ആര്യാടൻ, ആ ആര്യാടനെ പറ്റിയൊക്കെ ശരിയാണ്. മാത്രമല്ല ആര്യാടനും വഞ്ചകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് MV ജയരാജന്റെ ഒരു പ്രസ്താവനയൊക്കെ ഉണ്ട്, ഇടതുപക്ഷത്തെ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. വൈകാരികമായി കുറെ കാര്യങ്ങൾ അവിടെ ഇളക്കി വിട്ട് അത് മുതലെടുക്കുവാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് BN ഹസ്കർ, അത് ഇടതുപക്ഷവും നടത്തുന്നുണ്ട്, ഈ പറയുന്ന അൻവറും നടത്തുന്നുണ്ട്. അങ്ങനെയല്ല. ഇപ്പോ ശ്രീ ആര്യാടൻ കേരള രാഷ്ട്രീയത്തിൽ ആര്യാടനിസം ഉണ്ടാക്കിയോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. അദ്ദേഹത്തെ സംബന്ധിച്ച് ഷാജിയുടെ ഒരു പ്രസംഗം സോഷ്യൽ മാധ്യമങ്ങളിൽ കിടപ്പുണ്ട്. യൂത്ത് ലീഗിന്റെ നേതാവും ലീഗിന്റെ സമന്നത നേതാവും ഒക്കെ ആയിട്ടുള്ള ഷാജിയുടെ ഒരു പ്രസംഗം കിടപ്പുണ്ട്. അതൊന്ന് നോക്കിയാൽ എന്താണ് ലീഗ് നേതാക്കന്മാർക്കിടയിൽ, ലീഗ് അണികൾക്കിടയിൽ ആര്യാടൻ മുഹമ്മദിനെ കുറിച്ചും അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെ കുറിച്ചുമുള്ള കാഴ്ചപ്പാട് എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം.
അത് അവരെ നോവിച്ചതിന് അസ്കർ നേരത്തെ പറഞ്ഞ തങ്ങൾ ഇത് പിന്മാറിയോ? പുതിയതാണ് തുടങ്ങിയത്? അതല്ലല്ലോ. അല്ല, നേരത്തെ പറഞ്ഞ തങ്ങൾമാര് വന്നില്ല എന്ന വിഷയമായിരുന്നു. അത് ചീറ്റി പോയപ്പോ രണ്ടാമത്തെ നമ്പറായിട്ട് ഇറങ്ങിയതാ. അങ്ങനെ കുറച്ചൊക്കെ ഒരു രാഷ്ട്രീയ മര്യാദയും മാന്യതയും ഒക്കെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുമുണ്ടാവണം. ആര്യാടെ ഒരു കാലത്ത് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അത് പരസ്യമായിട്ടാണ് അസ്കർ ഏറ്റുമുട്ടിയത്. അത് ഏറ്റുമുട്ടിയിട്ടുണ്ട്, ഒരു സംശയവും വേണ്ട. ആ ഏറ്റുമുട്ടലിലൊക്കെ പര്യവസാനവും കുറിച്ചിട്ടുണ്ട്. അതിനുശേഷവും ആര്യാടൻ 2 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ പഴയ എന്തെങ്കിലും എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പൊളിറ്റിക്സ് പറയാനില്ല. പൊളിറ്റിക്സ് പറയാനില്ല നിലമ്പൂര്. നിങ്ങൾ തുടങ്ങിയതെന്താ? എന്തുകൊണ്ട് തങ്ങന്മാര് വന്നില്ല? പാണക്കാട്ട് തങ്ങന്മാര് വന്നില്ല. അത് ചീറ്റിപ്പോയി. ചീറ്റിപ്പോയപ്പോ രണ്ടാമത്തെ സാധനം കൊണ്ടുവന്നു. നിങ്ങൾക്ക് അതെങ്ങനെ ചീറ്റിപ്പോയത്? സാദിഖ് അലി തങ്ങളും അബ്ബാസ് അലി തങ്ങൾ ഇവിടെ ഇല്ല. അവര് വിദേശത്താണുള്ളത്. നിങ്ങൾക്ക് അസ്കറിന് പറയാനുണ്ടെങ്കിൽ, പൊളിറ്റിക്സ് പറയാനുണ്ടെങ്കിൽ പറ. ആ രാഷ്ട്രീയം പറയാം, നമുക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യാം. നിങ്ങളില്ലാതെ ഏതെങ്കിലും ഒരാൾ പ്രസംഗിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും കച്ചിത്തിരിപ്പ് കിട്ടുക നോക്കുക. ഇത് നിലമ്പൂരിന്റെ പൊളിറ്റിക്സിൽ കഴിഞ്ഞ 9 കൊല്ലം ശൂന്യതയാണ്. ദേശീയവാദ അഴിമതിയിൽ നിങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട്. മേഘ കൺസ്ട്രക്ഷൻസിന്റെ പണം വാങ്ങിയത് ഇലക്ട്രൽ ബോണ്ടിലെ ക്യാഷ് ആണ് വാങ്ങിയത്. ദേശീയവാദ പറയാതെ ഞാനും മഞ്ജുഷ് ഗോപാലും ഇരുന്ന ചർച്ചയിൽ CPM കാലത്ത് ഏതെങ്കിലും ഒരു ചർച്ചയ്ക്കകത്ത് ദേശീയവാദ പറയാത്തതുണ്ടോ? പിന്നെ നിങ്ങൾ പറഞ്ഞു ഭരണവിരുദ്ധ വികാരം. ഞാൻ ചോദിക്കട്ടെ, അല്ല, തൃക്കാക്കരയിൽ തുടങ്ങി പുതുപ്പള്ളിയിലൂടെ സഞ്ചരിച്ച് പാലക്കാട്ട് കൂടി ലോക്സഭ ഇലക്ഷനും കഴിഞ്ഞു പോയ സമയത്ത് നിങ്ങൾക്കെതിരെയുള്ള വോട്ടാണ്. എവിടെ പോയി നിങ്ങളുടെ മഞ്ഞക്കുറ്റി? അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യും. ചേലക്കരയിൽ നിങ്ങൾ 36-ലും 12, ആലത്തൂർ 12,000-ൽ നിന്ന് 36,000 12,000-ലെത്തിയില്ലേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ട് വെക്കാൻ ഒരു രാഷ്ട്രീയവുമില്ല. ഇപ്പൊ വന്ന് പറയാണത് വാരിയംകുന്നത്ത് കുഞ്ഞമ്മദാജിയുടെ കോൺഗ്രസ്സുകാരന്റെ കഥയൊക്കെ എടുത്തു പറയാം. അതുകൂടെ നല്ല പൊളിറ്റിക്സ്. പിണറായി വിജയന്റെ ഭരണനേട്ടം പറയാൻ നിങ്ങൾ അസ്കറിനെ വെല്ലുവിളിക്കുന്നു. പിണറായി വിജയന്റെ ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് അന്തസ്സോടുകൂടി ധൈര്യപൂർവ്വം പറയാൻ അസ്കർ തയ്യാറുണ്ടോ? നിശ്ചയമായി അത് പറയാൻ ഒരു ധൈര്യകരമില്ലെന്നേ. ഒരാളും പറഞ്ഞിട്ടില്ല. അതല്ല, ഒരു ഗവൺമെന്റ് അതല്ല, ഒരു ഗവൺമെന്റ് ഒരു അധികാരത്തിലിരിക്കുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ആ ഗവൺമെന്റിന്റെ വിലയിരുത്തൽ കൂടിയാവും. അത് അങ്ങനെ ആ വിലയിരുത്തലാണെങ്കിൽ കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈ നേടിയത് എന്തുകൊണ്ടാണ്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ പോയിന്റ് പേരിലെ ചോദ്യം ഇതായിരുന്നു: PV അൻവർ മത്സരിക്കുന്നത് UDF-ന് ബാധ്യതയാണോ? 57% പ്രേക്ഷകർ ബാധ്യതയാണെന്ന് പറയുന്നു, 40% ബാധ്യതയല്ല എന്നാണ് പറയുന്നത്. പോയിന്റ് പേര് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.